12-ാം അധ്യായം 1-ാമത്തെ വാക്യം. Now the Lord had said unto Abraham, Get thee out of thy country and from thy kindred and from thy father's house unto a land that I will show thee. ഞാൻ കാണിക്കാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടണം. അവിടെ വന്നു, നല്ല അടിക്കുന്നു. മലയാളത്തിൽ വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അത് 2-ാമത്തെ വാക്യമാണ്. എന്തുകൊണ്ടാണ് ഇച്ചിരി വേഗത്തിൽ പറയുകയാണ് കേട്ടോ. ഞാൻ 3 മണിക്കൂർ നേരത്തെ പ്രസംഗം കഷ്ടിച്ച് 2.5 മണിക്കൂറിനകത്ത് നിർത്തും കേട്ടോ. ആർക്കെങ്കിലും ഡയബറ്റിക്കാരുണ്ടെങ്കിൽ വെളിയിൽ പോയി വല്ലതും കഴിച്ചോണം. ഇടയ്ക്ക് ബാത്റൂം പുറകിലും കണ്ടുണ്ട് കേട്ടോ, അവിടെ പോകേണ്ടവരും പോയിക്കോണം. 2.5 മണിക്കൂറിന് മുമ്പേ നിർത്തത്തില്ല. മണി 12 ആയതേ ഉള്ളൂ, 12:30 ആയതേ ഉള്ളൂ. 12:30-യും 2:30-യും കൂടെ ആകുമ്പം എത്ര ആവും? 3 മണിയാവും കേട്ടോ. നിർത്തും, 3 മണിക്ക് നിർത്തും. ഹല്ലേലൂയ. നേരത്തെ നിർത്താൻ നോക്കാം കേട്ടോ. ദൈവം എന്തുകൊണ്ട് അബ്രഹാമിന് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുത്തു? നീ ഈ സ്ഥലമൊക്കെ വിട്ടുമിച്ച് നിൻ്റെ വീട്ടുകാരെ എല്ലാം വിട്ടുമിച്ചു അങ്ങ് പറയാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറയത്തില്ല കേട്ടോ. പോയിക്കോണം. നിങ്ങളുടെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോകും, ഞാൻ പോകത്തില്ല. ഇന്ന് നമ്മൾ പോയാൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി രൂപയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡോളർ എടുത്തുകൊണ്ട് പോകാം. ഇന്ന് പോയാൽ നമുക്കൊരു ലിങ്ക് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ്. ഐ വാണ്ട് വാട്ടർ, എന്തെങ്കിലും പറയാം, വാട്ടർ. അന്നൊരു ലിങ്ക് ലാംഗ്വേജ് ഇല്ല, ഒരു കറൻസി ഇല്ല, റെസ്റ്റോറൻറ്റ് ഇല്ല, ലോഡ്ജ് ഇല്ല. എവിടെ കിടന്നുറങ്ങുന്നത്? മരത്തിൻ്റെ ചോട്ട്. സുന്ദരിയായ ഭാര്യ, എന്തും സംഭവിക്കാം. ഞാനാണെങ്കിൽ പോകത്തില്ല. അബ്രഹാം പോയി. ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ കിട്ടി? 2-ാമത്തെ വാക്യം പറഞ്ഞാൽ നിന്നെ അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കാനാണെങ്കിൽ ഇവിടെ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചാൽ പോരായോ? അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് അനുഗ്രഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? പറയുന്നത് കേട്ടോ. ഇവിടെ മുഴുവൻ ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് നിന്നെ മ്ലേച്ഛതയുടെ മധ്യത്തിൽ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. അനുഗ്രഹം വേണമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ പേഴ്സിനകത്ത്, നിന്റെ കൊടുക്കൽ വാങ്ങലിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മ്ലേച്ഛതയുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ട് കർത്താവ് പറയുന്നിടത്ത് പോകണം. നിങ്ങൾ ആരാധിക്കുന്നതും കർത്താവ് പറയുന്നിടത്തായിരിക്കണം. എൻ്റെ അപ്പച്ചൻ അവിടെ ആരാധിച്ച്, അതുകൊണ്ട് ഞാനും അവിടെ ആരാധിക്കത്തുള്ളൂ. അപ്പച്ചൻ പറയുന്നിടത്തല്ല, അപ്പച്ചൻ്റെ കാര്യം. നീ ആരാധിക്കുന്നത് കർത്താവ് പറയുന്ന സ്ഥാനത്താണ്, അവിടെ ആരാധിക്കണം. അവിടെയാണ് അനുഗ്രഹം. 2-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 4 അനുഗ്രഹം 2-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. 1-ാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന, 2-ാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും. മലയാളത്തിൽ വരുമ്പോൾ 2 കൂടെ ഒന്നിച്ചു കിടക്കുകയാണ് അല്ലേ, 2ആയിട്ടാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4 കൽപ്പന, 4 അനുഗ്രഹം. ഈ 4-4 ബന്ധമൊന്നുമില്ല, ഉണ്ടാക്കി വേണേലും ഒരു മെസ്സേജ് പറയാം. പക്ഷേ ഇവിടെ ഇതാണ്, ദൈവം പറഞ്ഞതനുസരിച്ച് കഴിയുമ്പോൾ അനുഗ്രഹം താനെ ഒഴുകി വരും. ഇംഗ്ലീഷിനകത്തിരിക്കുന്ന ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ എന്നാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കി തീർക്കും. നീ അനുസരിച്ച് വെച്ച് മാറിയിരുന്നാൽ മതി, ബാക്കിയെല്ലാം ദൈവം പണിയും. അതുകൊണ്ട് ദൈവം പറയുന്ന എല്ലാം അനുസരിക്കാൻ മനസ്സുണ്ടായിരിക്കണം നമുക്ക്. ചിലരൊക്കെ സ്നാനപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ സ്നാനപ്പെട്ടിട്ടില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നീ സാവധാനത്തിൽ അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടാതിരിക്കാനാ സാധ്യത. എന്നാൽ വേഗത്തിൽ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. പറയാണ്, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. വലുതാക്കിയോ? അവൻ്റെ പേര് അബ്രാം എന്നായിരുന്നു. ആ അബ്രാം 2 അക്ഷരം, മലയാളത്തിൽ എബ്രായ ഭാഷയിൽ 3 അക്ഷരമാണ്. നിന്റെ പേര് വലുതാക്കും. അബ്രാം എന്നുള്ളത് അബ്രഹാം എന്നാക്കി, വലുതാക്കി. കുറച്ചാളുടെ കഴിയുമ്പോൾ ദൈവം വിചാരിച്ചു, ഞാൻ അവൻ്റെയൊക്കെ പറഞ്ഞ് അവൻ്റെ പേര് വലുതാക്കാമെന്ന്. അവൻ ചത്തുപോയെങ്കിലും ദൈവത്തിന് മതിയായില്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നീ അനുസരിച്ച് പോകുമ്പോൾ നീ മരിച്ചു കഴിഞ്ഞാലും ദൈവത്തിന് അനുഗ്രഹിച്ച് മതിയാക്കാത്തത് കൊണ്ട് നിന്റെ വംശങ്ങളെ അനുഗ്രഹിക്കും. അവൻ പറഞ്ഞു, നിന്റെ പേര് ഞാൻ വലുതാക്കാൻ പോകണം, നിന്റെ പേര് വലുതാക്കി. അത് കഴിഞ്ഞ് അവൻ മരിച്ചു കഴിഞ്ഞും വെച്ച് അവൻ്റെ പേര്
എൻ്റെ സ്നേഹിതൻ എന്നാക്കി. അയ്യോ, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ആ പേര് കിട്ടിയിട്ടുള്ളൂ. ആർക്കാണ്? അബ്രഹാമിന്. എന്താ കാര്യം? അനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച്. അനുസരണത്തിന് ഭയങ്കര ശക്തിയാണ്. അനുസരണത്തിന് ഭയങ്കര ശക്തിയാണ്. ഞാനൊരിക്കൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്കായിരിക്കുന്നതാണ് ഇഷ്ടം. ഒറ്റയ്ക്കാണ്, ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവർ രാവിലെ 6 മണിക്ക് പോകും, വൈകിട്ട് 6 മണിക്കേ വരത്തുള്ളൂ, ഭാര്യയും ഭർത്താവും. വേറെ ആരുമില്ല, വലിയൊരു വീടാണ്. അപ്പോൾ താഴെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പിന്നെ വൈകിട്ടേ കഴിക്കത്തുള്ളൂ, വൈകുന്നേരം കഴിക്കും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ തരാൻ തയ്യാറാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, യു ആസ്ക് ഐ വിൽ ഗിവ്. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ദൈവം എൻ്റെ ഭാര്യയെ ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് 5 മക്കളാണെന്ന് തോന്നുന്നു, എണ്ണി നോക്കട്ടെ. അബി, ആനി, ബ്ലസൻ, ഗ്രേസ്, 5 മക്കളാണ്. ഈ 5 മക്കളെയും ഭാര്യയും കൂടെ ഒന്നിച്ച് ചോദിച്ചാലോ? അവർ പോകുന്ന ഒരു മെറ്റഡോർ ആറ്റിലോട്ടങ്ങ് മറിഞ്ഞു പോയാലോ? ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, യു ആസ്ക് ഐ വിൽ ഗിവ്. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനൊത്തില്ലെന്ന് വരാം, പക്ഷെ എങ്കിലും നീ പറഞ്ഞാൽ അനുസരിക്കാൻ എനിക്ക് തയ്യാറാണെന്ന ഒരു തീരുമാനം ഉണ്ടാവട്ടെ. എന്നിട്ട് പറഞ്ഞാൽ നിൻ്റെ പേര് വലുതാക്കാം. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ സ്നേഹിതനാണെന്ന്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം. മരണാനന്തര ബഹുമതി. എന്നിട്ട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4-മത്തേതാണ്, യു വിൽ ബി എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നീ എന്നെ നോക്കിയാട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, 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 അനുഗ്രഹിക്കും. അവസാനം നീ അനുഗ്രഹ കട്ടയായിട്ട് മാറും. നീ ഒരു അനുഗ്രഹത്തിൻ്റെ തീജ്വാലയായിട്ട് മാറും. നിന്നെ ആരെങ്കിലും തൊട്ടാൽ അവർ അനുഗ്രഹം പ്രാപിക്കും. നീ ആരെങ്കിലും തൊട്ടാൽ അവർ അനുഗ്രഹം പ്രാപിക്കും. നീ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവർ അനുഗ്രഹം പ്രാപിക്കും. നീ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചാൽ അവർ അനുഗ്രഹം പ്രാപിക്കും. ആരുടെ എന്തെങ്കിലും നീ 1 രൂപ നിനക്ക് തന്നാൽ അവർ അനുഗ്രഹം പ്രാപിക്കും. 1 രൂപ എന്നുള്ളതല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അനുഗ്രഹം, അനുസരണത്തിന് അനുഗ്രഹമായി തീരുക. നീ അനുഗ്രഹമായി തീർന്നു കഴിയുമ്പോൾ മാത്രമേ. പണ്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സുവിശേഷം തുടങ്ങിയത് കാശ്മീരിലാണ്. അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. മിണ്ടത്തില്ല, ലില്ലിയോടും മിണ്ടത്തില്ല, കുഞ്ഞിനോടും മിണ്ടത്തില്ല. അന്ന് എൻ്റെ കൊച്ചിന് 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പേരത്തോട്ടമുണ്ട്. ഞാൻ ഒരു മുറി താമസിക്കും. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. കൊച്ചനുണ്ട്, ലില്ലിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലീസ് ഐജിയുടെ ഒരു പേരത്തോട്ടമുണ്ട്. ഞാൻ അടുക്ക് ചെന്ന് അനുവാദം വാങ്ങിച്ചു. അയാൾ പറഞ്ഞു, നീ എൻ്റെ പേരയ്ക്കാ തിന്നും. ഞാൻ പറഞ്ഞു, ഞാൻ തിന്നത്തില്ല. കുരങ്ങ് തിന്നും, ഞാൻ തിന്നത്തില്ല. അവിടെ ഒത്തിരി കുരങ്ങുണ്ട്. അതുകൊണ്ടൊരു ചാക്ക് വിരിച്ചുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണം, എൻ്റെ മോനെ അനുഗ്രഹിക്കണം, എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ, ആമേ. ദൈവം പറഞ്ഞു, വർഗീസേ, ഇത് നഴ്സറി പ്രയറാണ്. കൊച്ചു പിള്ളേരെങ്ങനെ നഴ്സറി പഠിക്കാൻ? കർത്താവേ, മമ്മിയെ അനുഗ്രഹിക്കണമേ, ഡാഡിയെ അനുഗ്രഹിക്കണമേ, എൻ്റെ ചേച്ചിയെ അനുഗ്രഹിക്കണമേ, എൻ്റെ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ. വർഗീസേ, ഇത് നഴ്സറി പ്രയറാണ്. പ്രാർത്ഥിക്കേണ്ടത് അവസാനത്തെ ഈ പ്രാർത്ഥനയാണ്. മേക്ക് മീ എ ബ്ലെസ്സിങ്. എന്നെ ഒരു അനുഗ്രഹമാക്കിയാട്ടെ. എങ്കിലേ ബാക്കിയുള്ളവർക്ക് ഞാൻ ഒരു അനുഗ്രഹമായി തരത്തുള്ളൂ. എൻ്റെ അയലത്തുകാർക്ക് ഒരു അനുഗ്രഹമായി തരത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തരത്തുള്ളൂ. ദേശക്കാർക്ക് ഒരു അനുഗ്രഹമായി തരത്തുള്ളൂ. എൻ്റെ സഭയിലുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തരും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ കർത്താവെ എന്നെ അതൊരു പാവമല്ല, പക്ഷേ അതൊരു നഴ്സറി പ്രയറാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. എങ്കിലും 4-മത്തെ സ്റ്റെപ്പ് വന്നതിന് ശേഷം ഒത്തിരി പേര് അത് മിസ് ചെയ്യുന്നു. ഈ അനുഗ്രഹമായി കഴിയുമ്പോൾ 3-മത്തെ വാക്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്രഹാമേ, നീ അനുഗ്രഹ കട്ടയായി തീർന്നു കഴിയുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ ഫ്ലെയിം ആയി, തീജ്വാലയായി കഴിയുമ്പോൾ, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ദൈവം പറയാണ്, ഞാൻ തമ്പുരാൻ പറയാണ്, അവനെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെടാൻ ഇതാ ഒരു കുറുക്കു വഴി പറയുകയാണ്. ദശാംശം കൊടുക്കണ്ട, PG വർഗീസിന് ശാപ്പാട് കൊടുക്കണ്ട. അനുഗ്രഹിക്കപ്പെട്ടവർ അല്ല തെറ്റിപ്പോയി. അനുഗ്രഹ കട്ടയായവരെ അങ്ങ് അനുഗ്രഹിക്കണം. അനുഗ്രഹ കട്ടയായ ആരെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോട്ടോ എടുത്തോ.
ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലയോ, ഇവിടുത്തെ ഈ 60 ഫീറ്റ് എന്ന് പറയും റോഡിൽ, അവിടെ കിടന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷനും ഒക്കെ കിടന്നുറങ്ങിയാണ്. അതിയാളില്ല, 4-5 ദിവസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മാച്ചൻ വന്ന് വിളിച്ചോണ്ട് പോയി. അങ്ങനെ കിടന്ന് എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഒരു എഴുത്തെഴുതണം. എനിക്ക് ഒരു ഇൻലൻഡ് എടുത്തൊരു എഴുത്തെഴുതിയാൽ മതി. വളരെ വർഗീഷ എന്തോ ഉണ്ട് വിശേഷം. അടിയിൽ അഡ്രസ്സ് എഴുതണം, പുറത്തെഴുതരുത്, അകത്തെഴുതണം. പുറത്ത് അഡ്രസ്സ്, എൻ്റെ അഡ്രസ്സ് ഇത്രയും മാത്രം എഴുതിയാൽ മതി. ബ്രദർ വർഗീസ്, ന്യൂഡൽഹി. എഴുത്തെനിക്ക് കിട്ടും. എനിക്ക് അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഡൽഹിയിൽ എത്ര വർഗീസ് ഉണ്ടെന്നറിയാം? 1500 വർഗീസ് കാണും. എത്ര PG വർഗീസ് ഉണ്ടെന്നറിയാം? അതിന് PG ഒന്നും എഴുതണ്ട, ബ്രദർ വർഗീസ്. ഡോക്ടർ വർഗീസ് എന്ന് എഴുതരുത്, വല്ല ആശുപത്രിയിലും പോകും. ദൈവം എന്നെ, എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ എൻ്റെ ഒക്കെ ചോദിച്ചട്ടെ, വർഗീസ് ഇത് എങ്ങനെ? എനിക്കറിഞ്ഞൂടാ. ദൈവം അത് ചെയ്തു. അവിടെ എത്ര പിൻകോഡെന്നറിയാം? 104 എങ്ങാണ്ട് ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴതിലും കൂടുതലാണ്. ദൈവം നിന്നെ അനുഗ്രഹമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് പഠിച്ചതിന് ശേഷം വഴിയെ കൂടെ പോകുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ചർച്ച കൊണ്ട് അവരെ അനുഗ്രഹിക്കും. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ കാറ് കണ്ടു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ കള്ളുകൂടിയനായിരിക്കും, എങ്കിലും അതിൻ്റെ പുറകിൽ യഹോവ എൻ്റെ ഇടനാന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങ് അനുഗ്രഹിക്കും. ആരുടെയെങ്കിലും വീടിൻ്റെ വാതിക്കൽ ഗീവർസുണ്ണാളിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഗീവർസുണ്ണാളും പുണ്യാളനല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ആ ക്രിസ്ത്യാനിയെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിച്ച് നടക്കുവാണെങ്കിൽ ദൈവം പറഞ്ഞു, ഒടേ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു, പോൾ ദിനകരന് വേണ്ടി പ്രാർത്ഥിച്ചു, MA വർഗീസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്ന കുറേ ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹം എങ്കിലേക്ക് തിരിച്ചു വന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാണ്, ഹല്ലേലൂയ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ട് അനുഗ്രഹിക്കാനുള്ളൊരു കുറുക്ക് വഴി പറഞ്ഞതിരിക്കുകയാണ്. താഴെ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ. ഇത് ഞാൻ കാശ്മീർ വെച്ച് പഠിച്ചില്ല. ഞാൻ ഡൽഹിയിൽ വന്നു 1991. ഞാൻ എൻ്റെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞ മാസികയ്ക്കകത്ത്, എനിക്കൊരു മാസികയുണ്ട് മെസ്സഞ്ചർ. ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? ആരെങ്കിലും ഉണ്ടോ കിട്ടുന്നവർ? ഇല്ല, ഒരാളേ ഉള്ളൂ. വരുത്തണം. അതിനകത്ത് ഞാനൊരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ എഴുതി, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് ബാറാക്ക് എന്നാണ്. അറിയാൻ വയ്യാത്തവർ എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. BARAK, ബാറാക്ക് ഒബാമ. അനുഗ്രഹം. നിന്നെ ബാറാക്ക് ചെയ്യുന്നവരെ ഞാൻ ബാറാക്ക് ചെയ്യും. എന്നിട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് ആദ്യമായിട്ടാണ് ഞാൻ 1991 ശ്രദ്ധിക്കുന്നത്. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള അധ്യായം അതായിരിക്കും. എങ്കിലും ഞാൻ പഠിക്കിട്ടില്ല. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം അനുഗ്രഹിച്ച, അതാണ് എൻ്റെ കീ. ദൈവം അനുഗ്രഹിച്ച ഒരുത്തിനെ അനുഗ്രഹിക്കാമെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ച ഒരുത്തിനെ ഞാൻ ശപിക്കാമെങ്കിൽ, ബാക്കി പറഞ്ഞു, ഒടേ തമ്പുരാൻ എന്നെ ശപിക്കും. ഭയന്നുപോയി. ചിലരൊക്കെ ദിനകരൻ്റെ കുറ്റം പറഞ്ഞു ചിരിക്കുമ്പോൾ ഞാനും കൂടെ ചിരിച്ചു പോയിട്ടുണ്ട്. ചിലരൊക്കെ KP യോഹന്നാൻ്റെ കുറ്റം പറയുമ്പോൾ ഞാനും കൂടെ ചിരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളാരും ചിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ കുറ്റം പറയാത്ത മനുഷ്യനെ, എങ്കിലും അറിയാവുന്നത് പറയണ്ടായോ? ആണ്. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ദൈവത്താൽ ശപിക്കപ്പെടാൻ യോഗ്യനാണ്. അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. കാരണം പറഞ്ഞാണ്, അനുഗ്രഹിക്കപ്പെട്ടവനെ ശപിക്കാമെങ്കിൽ, എഴുതിക്കാട്ടെ, പേന കയ്യിലുള്ളവർ എഴുതിക്കാട്ടെ. ശപിക്കുക എന്നുള്ള വാക്ക് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ശപിക്കാന്ന്. നിന്നെ ശപിക്കുന്നവരെ, കൊലാൽ എന്നാണ് ആ വാക്ക്. QUALAL, കൊലാൽ. ഒന്നുകൂടെ പറയട്ടെ എഴുതുന്നവർക്ക് വേണ്ടി. QUALAL, കൊലാൽ എന്നാണ് എബ്രായ ഭാഷയിൽ. കൊലാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ചെറുതായി കാണുക, പരിഹസിക്കുക, പുറകിൽ നിന്ന് ചിരിക്കുക, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഡിക്ഷണറി നോക്കിയാട്ടെ നിങ്ങൾ. ഇതൊക്കെ ചെയ്യാമെങ്കിൽ
ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അവനെ ശപിക്കും. ആ വാക്ക് എഴുതിയിരിക്കുന്നത് അറാർ എന്നാണ്. ARR. നിന്നെ ആരെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം, അനുഗ്രഹമായി തീർന്ന ആരെങ്കിലും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹമായി തീർന്ന ആരെങ്കിലും ശപിച്ചാൽ, എറണാകുളത്തുകാരൻ ശപിച്ചാൽ, ആലുവക്കാരൻ ശപിച്ചാൽ, കളമശ്ശേരിക്കാരൻ ശപിച്ചാൽ, എവിടെയെങ്കിലും ഉള്ളവൻ ശപിച്ചാൽ, ദൈവം പറയാണ് ഞാൻ അവനെ അറാർ ചെയ്യും. അറാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശപിക്കുക എന്നാണ്, മറ്റേ കുറ്റം പറയുക എന്നാണ്, തുച്ഛീകരിക്കുക എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പേർക്ക് അറാറ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പാമ്പിന്, ഏദൻ തോട്ടത്തിലെ പാമ്പിനെ ശപിച്ചു, അറാർ. രണ്ടാമത് കയ്യീനെ ശപിച്ചു. അതുപോലെ പേടി വരുന്നു, എനിക്ക് പേടി വരുന്നു. ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചോണ്ട്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഉപദേശം പറയേണ്ടതെന്നാണോ? നിങ്ങൾ ആരെയെങ്കിലും കൊണ്ടൊന്ന് എൻ്റെ മുമ്പിൽ നിർത്തിയാട്ടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്ന് കാണിച്ചാട്ടെ, ഞാൻ ഉപദേശം പറയാം. ഓർത്തഡോക്സ് കാതോലിക്കവായിട്ടൊക്കെ പറയാം, ആരോടും എനിക്ക് ഉപദേശം പറയാനൊക്കും. പക്ഷെ ബഹുമാനത്തോടെ ആദരവോടെ പറയാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. പെട്ടെന്ന് ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്നെ ശപിക്കാൻ ഞാൻ അർഹനാണല്ലോ. പെട്ടെന്ന് ഞാൻ ഇനി പാടില്ല, അബദ്ധം പറ്റരുത്. പെട്ടെന്ന് എൻ്റെ ഭിത്തിയിൽ ഒരു കലണ്ടർ കിടന്നു. ആ കലണ്ടർ ഒരു വശം ബ്ലാങ്കാണ്. അത് ഞാൻ തിരിച്ചിട്ടും വെച്ച് പേന എടുത്തും വെച്ച് എഴുതി വെച്ചു, ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിൻ്റെയും കുറ്റം പറയരുത്. ഞാൻ ഉണ്ടാക്കിയ സ്ലോഗനാത്, മുദ്രാവാക്യമാണ്. ഇപ്പോഴും നിങ്ങൾ എൻ്റെ വീട്ടിൽ വരാമെങ്കിൽ ഉണ്ട്, ഞാൻ കമ്പ്യൂട്ടറിനകത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരാമെങ്കിൽ കാണാൻ അവിടെയുണ്ട്. എനിക്ക് 5 മക്കളാണ്, ഒരാളോടുണ്ട് കേട്ടോ, എടുത്തു വളർത്തിയ ഒരു മോളോടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ മക്കൾ ആരും പിഴയായില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ അറാർ എൻ്റെ വീട്ടിൽ വരാതെ വണ്ണം ഞാൻ എൻ്റെ അധരത്തെ സൂക്ഷിച്ചു. എൻ്റെ ഭിത്തിയിൽ അത് തൂക്കിയിട്ടിരിക്കുന്നത് കാരണം ആരെങ്കിലും വന്നിരുന്നാൽ ആദ്യം കാണുന്നത് ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിൻ്റെ കുറ്റം പറയരുത്. പിന്നെ അവർ മിണ്ടത്തില്ല. അവരെൻ്റെയൊക്കെ ചോദ്യത്തില്ലയോ കെബിയോനാൻ്റെ കാര്യം അറിയാം, ഇന്ന പാസ്റ്ററുടെ അറിയാം, എനിക്കറിഞ്ഞായിരുന്ന ആളെ കാണിച്ച കുരുത്തക്കൻ. എനിക്കറിയണ്ട, കുറച്ചറിയണം. ഞാൻ പറഞ്ഞല്ലോ തീരെ അറിയരുന്ന. ഐ റീഡ് ഓൺലി ദ ഹെഡ്ലൈൻസ്, നോട്ട് ദ ഡീറ്റെയിൽസ്. എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഞാൻ ഇന്ന് പറയുന്നു, ഇന്നും നിങ്ങളൊരു തീരുമാനം എടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവനെ ഞാൻ അനുഗ്രഹിക്കും. എങ്ങനെയൊക്കെ അനുഗ്രഹിക്കാൻ കഴിയും? വാ കൊണ്ട് അനുഗ്രഹിക്കും. കാണുന്നുണ്ടെങ്കിൽ 1 രൂപ, 10 രൂപ, 50 രൂപ, 100 രൂപ കൊടുത്ത് അനുഗ്രഹിക്കും. വീട്ടിലോട്ട് വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കും, ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും. ഇതൊരാൾ തന്ന ഷർട്ടാണ് കേട്ടോ. ഇവിടെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു അടയാളമൊക്കെ ഉണ്ട്, ഒരു കമ്പനി ഉണ്ടാക്കുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹിക്കുക, ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ ശപിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ 5 മക്കളല്ല 6 മക്കളും ശപിക്കപ്പെട്ടില്ല. ഒരു കാരണം കൊണ്ടല്ല, പല കാരണം കൊണ്ട്. അതിനകത്ത് ഒന്ന്, ഞങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ കുറ്റം പറയും. ഒരു ചെറിയൊരു അറിവ് വേണം. ഒരാൾ എന്ത് പറ്റി അത്രയും അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും അറിയണ്ട. എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, പിന്നെന്തോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ഓഫീസിലും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വരുന്നവരും പക്ഷേ ആരുടെയും കുറ്റം പറയുന്നില്ല. എന്നാൽ വരുന്നവരോട് എല്ലാവരോടും സുവിശേഷം പറയുവാൻ, ഫുൾ ഗോസ്പൽ പറയുവാനുള്ള കൃപ എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നിട്ട് പറയുകയാണ്, നീ മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്നിലൂടെ സകല വംശങ്ങളും അനുഗ്രഹം പ്രാപിക്കും. നിങ്ങളെ ദൈവം വിളിച്ചത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ മാത്രമല്ല, നിങ്ങളുടെ അയൽക്കാരെ അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങളുടെ അടുത്തുള്ളവർ അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങളുടെ സഭയിലുള്ളവർ അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്നവർ അവിടുത്തെ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അത് മുസ്ലിമിൻ്റെ ആയിരിക്കാം, നിരീശ്വരവാദിയുടെ ആയിരിക്കാം, മന്ത്രവാദിയുടേതായിരിക്കാം, ആൾ വെറും പഴയായിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷേ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ മുഖാന്തരം അവർ അനുഗ്രഹം പ്രാപിക്കണം. എത്ര തെളിവ് വേണം വേദപുസ്തകത്തിൽ നിന്ന്? അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അബ്രഹാം എന്നെ പഠിപ്പിച്ചു. 4 പേരുടെ കഥ പറയാൻ ആഗ്രഹമുണ്ട്, ഒക്കുന്നത് പോലെ പറയാം. അബ്രഹാം നമ്മളെ പഠിപ്പിക്കുകയാണ്, അനുഗ്രഹം വേണമോ ശാപം വേണമോ നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ദൈവമല്ല. ദൈവം നിൻ്റെ മുമ്പാകെ 2 വഴികൾ വെച്ചിരിക്കുകയാണ്. 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28 എടുക്കണ്ട, 28-ാം അധ്യായം ആദ്യത്തെ 14 വാക്യത്തിനകത്ത് അനുഗ്രഹം അങ്ങ് വാരിക്കൊരിച്ചൊരിഞ്ഞിരിക്കുകയാണ്.
എന്നിട്ട് ബാക്കിയുള്ളതിനകത്ത് നീട്ടി ശാപത്തെ പറ്റി പറഞ്ഞിരിക്കുക. യു ക്യാൻ ചൂസ്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിനകത്ത് ഏത് വേണം? അനുഗ്രഹം വേണോ? ശാപം വേണമോ? ശാപം വേണോ? അതുകൊണ്ട് ഇന്ന് നമുക്ക് അനുഗ്രഹം തിരഞ്ഞെടുക്കുന്നവരായിട്ട് അബ്രഹാമിൻ്റെ വഴിയിൽ, അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ തത്വം അബ്രഹാമിൻ്റെ മകനിൽ നിന്ന് പഠിക്കാം. അബ്രഹാമിൻ്റെ മോൻ്റെ പേരാണ് മോശ. അബ്രഹാമിൻ്റെ മോൻ്റെ പേര് ആരാ പറഞ്ഞത്? അടി കൊള്ളണം. ഓട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. ഇസാക്ക് 26-ാം അധ്യായം. അവിടെ 1-ാമത്തെ വാക്യം 26:1. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അബ്രഹാമിൻ്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. അബ്രഹാം ആരാണ്? ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവം പേര് വലുതാക്കിയവൻ, ഇസ്രായേൽ ജനത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, വല്യപ്പൻ, മൂത്തപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ക്ഷാമം ഉണ്ടാകും. ഇനി പറയുന്നത് കേട്ടാൽ ക്ഷാമം പ്രതീക്ഷിക്കരുത്. PG വർഗീസ് പറഞ്ഞു ക്ഷാമം വരുമെന്ന് കേട്ടോ. ക്ഷാമം വരാൻ തുടങ്ങിയെന്നാണ് എൻ്റെ വിചാരം. ഇല്ല, ക്ഷാമം പ്രതീക്ഷിക്കരുത്, രോഗം പ്രതീക്ഷിക്കരുത്, കഷ്ടത പ്രതീക്ഷിക്കരുത്, ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അനുഗ്രഹം മാത്രമേ പ്രതീക്ഷിക്കാവൂ. നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതായിരിക്കും വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ പേടിക്കരുത്. അബ്രഹാമിൻ്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. എന്തോത്തിനകത്ത് ക്ഷാമം ഉണ്ടായി? പണത്തിനകത്ത് ക്ഷാമം ഉണ്ടാകാം. ആരോഗ്യത്തിൽ ഇന്ന് എനിക്ക് നല്ല ആരോഗ്യമാണ്. എനിക്ക് 83 വയസ്സായി അല്ലേ. ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാകത്തക്കവണ്ണം ഉള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്. 2 സൂട്ട് കേസും എടുത്തുകൊണ്ട് നടക്കാം. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പോകരുത്, പോകുമ്പോഴാരെങ്കിലും കൂടെ വേണം, കാരണം താഴെ വീണ് പോയാൽ പിടിക്കാൻ ആൾ വേണം. ഞാൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ പെങ്ങൾക്ക് എഴുതി, എൻ്റെ വലത്തുകരം പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ട്, നീ വിഷമിക്കേണ്ടെന്ന്. അത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അവിടെ ഞാൻ എൻ്റെ കൂടെ ആരാണ്ടുണ്ടെന്ന്. എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്. അപ്പോൾ ആരോഗ്യത്തിനകത്ത് ചിലപ്പോൾ ക്ഷാമം ഉണ്ടാവും. അല്ല, പെട്ടെന്നായിരിക്കും ക്യാൻസർ വരുന്നത്, പെട്ടെന്നായിരിക്കും അൾസർ വരുന്നത്, പെട്ടെന്നായിരിക്കും ആർത്തറൈറ്റിസ് വരുന്നത്, ചിലപ്പോഴായിരിക്കും കിഡ്നിക്ക് തകരാറുണ്ടെന്ന്. കിഡ്നി ഇവിടെ കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കിഡ്നിക്ക് തകരാറുണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നെന്ന് വരാം. അബ്രഹാമിന് വന്നെങ്കിൽ വരാം. പണത്തിന് കുറവ് വരാം. പെട്ടെന്ന് ജോലി ഭാഗ്യനകത്ത് രൂപ ഉണ്ടായിരുന്നു, 8 കോടി രൂപ ഉണ്ടായിരുന്നു. പക്ഷേ 2 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 8 കോടിയും പോയി. അല്ലെങ്കിൽ ഒരു ദിവസം ഫ്രോഡുകാർ അടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിച്ചു. ഇതൊക്കെ സംഭവിക്കാം. നിങ്ങളുടെ കാറ് മോഷണം പോയെന്ന് വരാം, കുടുംബജീവിതം തകർന്നെന്ന് വരാം. ഇതൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ വരുമ്പോൾ ഓർത്തോണം, അബ്രഹാമിൻ്റെ കാലത്ത് മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. ഇസ്ഹാക്കിൻ്റെ കാലത്തുണ്ടായി. ഇസ്ഹാക്ക് ആരാണ്? സമാധാനപുത്രനാണ്. അവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആളുകളാണ്. ഇസ്ഹാക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അബ്രഹാം അങ്ങനെയല്ല, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോയി പിതാവ്. ഇസ്ഹാക്ക് സമാധാനപുത്രൻ. അവരുടെ കാലത്തും ക്ഷാമം ഉണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഇസ്ഹാക്ക് ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. അവൻ പോകേണ്ട സ്ഥാനത്ത് പോകാതെ അത്രയും പറഞ്ഞവിടെ നിൽക്കുകയാണ് കേട്ടോ. അവന് ഇതിൻ്റെ മധ്യത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി കേട്ടോ, ഗരാറിൽ പോയി. അവിടെ 12-ാമത്തെ വാക്യം. അവിടെ ചെന്ന് ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ നീ എന്തു ചെയ്തു? 12-ാമത്തെ വാക്യം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. ക്ഷാമം ഉണ്ടായപ്പോൾ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അബ്രഹാം പഠിപ്പിച്ചു, അനുഗ്രഹം വേണമോ ശാപം വേണമോ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നിൻ്റെയാണ്. പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥിക്കണം, നീ തിരഞ്ഞെടുക്കണം. നിൻ്റെ കൈ മുമ്പാകെ വഴിയുണ്ട്. ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തോ പറയണമെന്നൊക്കെ കണ്ടിട്ട് ഏതാണ്ടൊക്കെ തോന്നുന്നു. പിശാചിനും തോന്നുന്നുണ്ട് കേട്ടോ. പലരുടെയും രൂപ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നു. പിശാചിനും തോന്നുന്നുണ്ട്. ഭാര്യയെടുക്ക ദേഷ്യം വരുമ്പം കർണക്കുറ്റിക്ക് അടിക്കാൻ തോന്നുന്നു. പിശാചിനും തോന്നുന്നുണ്ട്. നിനക്ക് മാത്രമല്ല, പിശാചിനും തോന്നുന്നു. ഇവിടെയുള്ള എറണാകുളത്തുള്ളവരാരും ഭാര്യ അടിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ളവരടിക്കും. അവർ ചിലപ്പോൾ ഈ വീഡിയോ എല്ലാം കാണുന്നെങ്കിൽ കേട്ടോട്ടെന്ന് വിചാരിച്ച് പറയുക. നിനക്ക് തോന്നുന്നൊന്നും ചെയ്യരുത്. നിന്റെ ജീവിതത്തിനകത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ, സമാധാനം കുറയുമ്പോൾ, ആരോഗ്യം കുറയുമ്പോൾ, കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ 5 സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് കൈ ഉയർത്താം. എൻ്റെ കർത്താവേ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് യൂട്യൂബിനകത്ത് അടിച്ചാൽ മതി. മലയാളം മൂവി PG വർഗീസ് അടിക്കാമെങ്കിൽ കാണാം. 5 എണ്ണം കാണാം.
ഇനി ആറാമതൊരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ, ഉണ്ടാക്കാൻ പ്ലാനൊന്നുമില്ല, അഥവാ ഉണ്ടാക്കുകയാണെങ്കിൽ അവാർഡ് കിട്ടിയ സിനിമകളാണ് എൻ്റെ കേട്ടോ, മുഴുവനും ഒരു 3 5 ക്രിസ്ത്യൻ സിനിമയാണ്. അപ്പോൾ കാണാം നിങ്ങൾക്ക്. അതിനകത്തൊരു പാർട്ടി ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു വീട്ടിൽ 18 വയസ്സുള്ള മോനും 16 വയസ്സുള്ള മോളും, രണ്ടും കോളേജിൽ പഠിക്കുക. 2ാം ശനിയാഴ്ച രാവിലെ 6 മണിയായപ്പോൾ ഒരു വഴക്ക്, 6:15 ഒരു വഴക്ക്, 6:45 ഒരു വഴക്ക്, 7 മണിക്ക് ഒരു വഴക്ക്, 7:30 ഒരു വഴക്ക്, 8 മണി, അയ്യോ 11 മണിയാവുന്നതിന് മുമ്പേ 5 വഴക്കായി. അമ്മ പറഞ്ഞടാ മുടിഞ്ഞതുങ്ങളെ, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാതിരിക്കരുതോ? മോള് തിരിഞ്ഞ് എന്നും ചോദിച്ചു, എന്തോ ഈ വീട്ടിൽ അമ്മയ്ക്കും അപ്പനും മാത്രമേ വഴക്കുണ്ടാവും, ഞങ്ങൾക്കൂടെ വഴക്കുണ്ടാക്കി എന്താ കുഴപ്പം? നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, അവിടുത്തെ അവരുടെ കാര്യം പറഞ്ഞതാ. എന്നാ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടായത് അവസാനം? ഇന്നലത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അതെനിക്കറിയാം ഇന്നലെ ഉണ്ടായത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, വെള്ളിയാഴ്ച വഴക്കുണ്ടായില്ല. എൻ്റെ വീട്ടിൽ വഴക്കുണ്ടായിട്ട് 40 വർഷമായി. വെറുതെ പറഞ്ഞല്ല, പണ്ടങ്ങനല്ലായിരുന്നു. ഇത് എൻ്റെ ഭാര്യ അടുക്കൽ ആരും പറയരുത് കേട്ടോ. എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ ഉള്ളവരും ഉണ്ടോ? സ്വോത്രം. അപ്പോൾ എനിക്ക് തുറന്ന് പറയാം, എനിക്കിഷ്ടപ്പെടാതെ കെട്ടിയതാ. ഞാനൊരു പട്ടാളക്കാരനാണ്, ഞാനൊരു കലാകാരനോടാണ്, ഡ്രാമയ്ക്കകത്തൊക്കെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഭാവനയുണ്ട്, പട്ടാളക്കാർക്ക് വലിയ ഭാവനയാണ്. കൊതുകൊലയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ പാടും, പാട്ടുകളൊക്കെ പാടും, സിനിമ പാട്ടുകളൊക്കെ പാടും. മാനസപ്രിയെ നീ എവിടാണെന്നൊക്കെ ചോദിക്കും, നീലക്കൊയിലേ എന്നൊക്കെ പാടും. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം പപ്പ പെണ്ണ് അന്വേഷിച്ച് നടക്കുക. എനിക്കറിയാം പപ്പ പോയിട്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവരും. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്, ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വളച്ചിട്ടിരിക്കുന്ന ഒരു പെണ്ണിങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ കുലുങ്ങണം. വൈകുന്നേരം ഞാൻ കല്യാണം കഴിച്ചുമ്പോൾ മാർക്കറ്റിൽ കൂടെ നടക്കാൻ പോകുമ്പോൾ അവളും എൻ്റെ കൂടെ വരും. അപ്പോൾ ആളുകൾ നോക്കിയിരിക്കുക, ഈയടാ അവൻ എവിടുന്ന് കിട്ടി ഇങ്ങനെ സുന്ദരിയായ ഒരു പെണ്ണിനെ? എൻ്റെ അപ്പച്ചൻ കണ്ടുപിടിച്ച എന്നൊക്കെ പറയുമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോയി കാണിച്ച പെണ്ണിന് വലിച്ചു നീട്ടിയ 5 അടി ഉയരം. 5 അടി തികച്ചില്ല. കണ്ടിട്ടൊരു കൊച്ചു ഭൂതത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നു. പറയല്ലേ ഇതാരും, മസാല ദോശ വാങ്ങിച്ചു തരാം. കാരണം ഞാൻ പട്ടാളക്കാരനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ലില്ലി പോയിട്ട് സൺലൈറ്റ് സോപ്പ് കൊണ്ട് തലമുടിയൊക്കെ കഴുകിയിട്ടു. കാരണം ഞാൻ ഇഷ്ടപ്പെടാതെ അങ്ങ് പോകണം. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു കളർ പോയ പാവാടയും ഹാഫ് സാരിയൊക്കെ കൊടുത്ത് അവിടെ നിന്നത്. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു നമ്മുടെ വേലക്കാരി മേരിക്കുട്ടിയില്ലയോ, അവിടെ അനിയത്തിയാന്ന് തോന്നുന്നു. കരഞ്ഞാ എടുത്ത് തോളയിലിട്ടോണി, ഇത്രയുള്ളൂ, ജീരകം പോലൊരു പെണ്ണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ ചെന്നും വഴക്ക്. ഞാൻ കാശ്മീരിൽ കൊണ്ടുപോയി അവിടെ താമസിക്കുക, എന്നും വഴക്ക്. പക്ഷേ ഒരു ദിവസം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നുമുള്ള വഴക്കങ്ങ് നിന്നു. പിന്നെ ആഴ്ചയിൽ 4 ദിവസമേ ഉള്ളൂ. പിന്നെ ഞാൻ പാസ്റ്ററായി കഴിഞ്ഞപ്പോൾ അതും നിന്നു. 3 ദിവസമായി വഴക്ക്. കൊടുത്തു ഒരു ദിവസം കർണക്കുറ്റിക്കൊരടി. ദേഷ്യം വന്നപ്പം, ഇപ്പോഴും ദേഷ്യം വന്നാൽ അടിക്കാതിരിക്കുമോ? നിങ്ങൾ പറ, ഒന്നും അടിക്കത്തില്ലയോ? അടുത്ത കർണക്കുറ്റിക്കൊരടി. പിന്നെയും കൊടുത്തൊരടി. ഈ ഇടയ്ക്ക് ഞാൻ ചോദിച്ചില്ലേ, ഞാൻ തന്നെ അടിച്ചിട്ടുള്ളത് 3 പ്രാവശ്യമാണോ 4 പ്രാവശ്യമാണോ? ലില്ലി പറഞ്ഞ മറുപടി കേട്ടാട്ടെ, പുരുഷന്മാർ കേൾക്കണം. എത്ര പ്രാവശ്യം അടിച്ചെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. പക്ഷെ അച്ഛനെന്നെ കൊത്തുവാക്ക് പറഞ്ഞ് മുറിവേൽപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അടിച്ചത് മറന്നുപോയി, പക്ഷെ കുത്തുവാക്ക് പറഞ്ഞത് ഇപ്പോഴും ലില്ലിയുടെയൊക്കെ ചോദിക്കാമെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞു തരും. കുത്തുവാക്ക് പറയരുത്, നിങ്ങളും പറയരുത് കേട്ടോ. കറമ്പ, കാലമാട,
ഇവിടുത്തെ അല്ല, അപ്പുറത്തെ ഷോക്കാരി ചിലർ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ഒരു ദിവസം ഞാനൊരു കഠിനാധ്വാനിയാണ്, വെറുതെ ഇരിക്കത്തില്ല. 5 മണിക്ക് എഴുന്നേക്കും എല്ലാ ദിവസവും. ഇന്നും എഴുന്നേറ്റു. ഞാൻ തിങ്കളാഴ്ച പോവും, ശനിയാഴ്ച തിരികെ വരും, ഞായറാഴ്ച എനിക്ക് സഭയുണ്ട്, അവിടെയൊക്കെ പ്രസംഗിച്ചിട്ട് വരുന്നതാണ്. ഒരു ദിവസം ഞാനൊരു അബദ്ധം കാണിച്ചു. ശനിയാഴ്ച വരണ്ടേ, ഞാൻ വെള്ളിയാഴ്ച വന്നു. അപ്പം ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വെച്ച് നടക്കും. അന്ന് റിക്ഷ പിടിക്കാനൊന്നുള്ള പൈസയൊന്നുമില്ല, 3 കിലോമീറ്റർ നടക്കണം. ഞാൻ വിചാരിച്ചു വീട്ടിൽ ചെല്ലുമ്പം ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അച്ഛാ നേരത്തെ വന്നല്ലോ, പിള്ളേർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനൊരു 2-2:30 ആയപ്പം വെള്ളിയാഴ്ച വീട്ടിലോട്ട് വിടുക. അപ്പോൾ ഞങ്ങളുടെ ഇറക്കത്താണ് വീട്, ബൈബിൾ സ്കൂളിൻ്റെ വീടാണ്, അവിടെ വീടാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പോൾ ഞാനിങ്ങനെ ഈ ചെറിയൊരു സൂട്ട് കേസുണ്ട്, വളരെ ചെറിയൊരു സൂട്ട് കേസുണ്ട്. ആ സൂട്ട് കേസ് കൊണ്ട് ഞാനിങ്ങനെ വരികയാണ്. പിള്ളേരെല്ലാവരും പള്ളിക്കുടത്തിൽ നിന്ന് വന്ന് അവിടെ ഇരിക്കുക, കല്ല് കളിക്കുക ഏതാണ്ടാ. ആരാണ്ട് പറഞ്ഞു, ആണ്ട്രാ ഡാഡി വരുന്നു. ഈ പൂച്ചയെ കണ്ട് എലികൾ ഓടുന്നത് പോലെ എല്ലാം, എടാ ഓടടാ, എടാ ഡാഡി വരുന്നടാ, എടാ പുസ്തകം എടുത്ത് മാറ്റി വിടാ, എടാ ജ്യൂസ് എടുത്ത് മാറ്റി വിടാ, എടാ സോക്സ് എടുത്ത് മാറ്റി വിടാ. എല്ലാവരും കൂടെ ഓട്ടം. 5 പിള്ളേരേ ഉള്ളൂ, പക്ഷേ 10-25 പിള്ളേർ ഓടുന്നത് പോലെ ഓട്ടമാണ് എല്ലാം കൂടെ. എൻ്റെ ഭാര്യ വന്ന് നോക്കി, എൻ്റെ ട്രേഡ് മാർക്ക് കണ്ടു. ഭർത്താവ് എന്നാ ഇന്ന് എനിക്ക് വഴക്ക് കിട്ടും, ഇന്ന് ചിലപ്പോൾ എനിക്ക് അടി കിട്ടും, കട്ടിലൊന്നും ശരിയാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ വെണ്ടയ്ക്കായുടെ അരിഞ്ഞതിൻ്റെ അറ്റമൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഇന്ന് എനിക്ക് വഴക്ക് കിട്ടും. ഞാനിത് കേട്ടു. ഞാൻ വിചാരിച്ചു, ഇതാണ് ഒരു ക്രിസ്തീയ കുടുംബം. ഞാൻ അന്ന് റേഡിയോയ്ക്കകത്ത് പ്രസംഗിക്കുന്നുണ്ട്, റേഡിയോ സിലോണിൽ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ എന്തോന്നറിയാം? ഇതാ നിങ്ങൾക്ക് സമാധാനം. ഞാൻ ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുക്കാൻ നടക്കുകയാണ്. റേഡിയോ സിലോണിൽ കൂടെ പ്രസംഗിക്കുക ലോകത്തിൽ മുഴുവൻ. എൻ്റെ വീട്ടിലില്ലാത്തതും അതാ. നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക, വിഷമിക്കാതെ. ഒരാഴ്ച എടുക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ വിഷമിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഇതാണോ ക്രിസ്തീയ കുടുംബം? ഞാൻ വീട്ടിലോടും. ഐ വാസ് അപ്സെറ്റ്. എന്തോ പറയുന്നത്, എനിക്ക് ദേഷ്യമല്ല, അപ്സെറ്റ്. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ സൂട്ട് കേസ് താഴോട്ട് അങ്ങ് ഇട്ടു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. എൻ്റെ സൂട്ട് കേസിൽ ആരാണ്ട് വേറൊരാളുണ്ട്, എനിക്കന്ന് സൂട്ട് കേസില്ല. ഞാൻ താഴോട്ട് അങ്ങ് ഇട്ടു. ഞാൻ ദേഷ്യപ്പെടുന്നില്ല, എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുക, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. ലിലി പറഞ്ഞു, കാപ്പി ഉണ്ടാക്കി തരട്ടെ, കാപ്പി എൻ്റെ ബലഹീനതയാണ്, നെസ്കഫേ. ലിലി എളുപ്പം കാപ്പി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഞാൻ കാപ്പി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. എൻ്റെ കൊച്ചെ ചോടെ പോവാ. ഞാൻ പറഞ്ഞു, കൊച്ചെ ചൂടെടുക്കുന്നു. വെളിയിൽ ഒരു മരം വെട്ടിയിട്ടതുണ്ട് വീടിൻ്റെ പുറകിൽ. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ ചേരാം. ലിലിക്കും അത്ഭുതമായി. ഞാൻ ഒരിക്കലും അവിടെ പോയിരുന്നിട്ടില്ല. ഞാൻ ആ കാപ്പി എടുത്തുകൊണ്ട് അവിടെ പോയിരുന്നു വെച്ച് ദൈവത്തിട്ട് ചോദിച്ചു, ഇതാണോ ഒരു ക്രിസ്തീയ കുടുംബം? എന്തുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം? എന്നെ കണ്ടപ്പോൾ പറയേണ്ടി, അയ്യോ എൻ്റെ അച്ഛൻ നേരത്തെ വന്നു. പിള്ളേർ കുഞ്ഞുങ്ങൾ പറയേണ്ടതല്ലയോ, അയ്യോ ഞങ്ങളുടെ ഡാഡിന്. എല്ലാവരും പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുന്നു, പരുന്തിനെ കണ്ട കോഴിക്കുഞ്ഞുങ്ങളെ പോലെ. ഞാൻ അവിടെ ചിന്തിക്കുമ്പോൾ ടെലിവിഷനകത്ത് ബ്രേക്കിംഗ് ന്യൂസ് വരുമല്ലോ. അന്ന് ടെലിവിഷൻ ഞങ്ങൾക്കില്ല, ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെന്നും തോന്നുന്നില്ലെന്ന്. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ കൂടെ ഒരു വാക്യം ഓടിപ്പോയി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ചോദിക്കുന്നവരല്ല, സമാധാനം ആഗ്രഹിക്കുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സമാധാനം ഉണ്ടാക്കും. അവൾ എനിക്ക് സമാധാനം തന്നാലും ഇല്ലേലും. എൻ്റെ മക്കൾക്ക് ഞാൻ സമാധാനം കൊടുക്കും, അവരെനിക്ക് സമാധാനം തന്നാലും ഇല്ലെങ്കിലും. അങ്ങനെ ഞാൻ അവർക്ക് സമാധാനം കൊടുത്തപ്പോൾ വാസ്തവത്തിൽ സമാധാനം കിട്ടിയത് അവർക്കല്ല, എനിക്കാണ്. അതുകൊണ്ട് ഈ സമാധാനപുത്രൻ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ക്ഷാമം ഉണ്ടായപ്പോൾ സമാധാനത്തിലാകാം, പണത്തിലാകാം, അവർക്ക് ആഹാരത്തിനാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12-ാമത്തെ വാക്യം, ഇസാക്ക് ആ ദേശത്ത് വിതച്ചു. അപ്പം നമുക്കും എന്തെങ്കിലും ക്ഷാമം ഉണ്ടായാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ഷാമം ഉണ്ടായാൽ, എവിടെയാണോ ക്ഷാമം ഉണ്ടായത് അവിടെ വിതയ്ക്കണം. ആ ദേശത്ത് വിതയ്ക്കണം, അയലത്തെ ദേശത്തല്ല, ആ ദേശത്ത് വിതച്ചു. അവന് 100 മേനി വിളവ് കിട്ടി. എവിടെയെങ്കിലും 100 മേനി കിട്ടിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം കിട്ടും. ഇപ്പം നമ്മുടെ കയ്യിൽ വളമുണ്ട്, നല്ല കലപ്പകളുണ്ട്, വേറെ പല അന്ന് ഇതൊന്നുമില്ല. അന്നൊന്നും വളമില്ല. അത് മരുഭൂമി. ക്ഷാമം എന്ന് പറഞ്ഞ അർത്ഥം അറിയാം. 1 വർഷം മഴയില്ല, വില കൂടി.
രണ്ടാമത്തെ വർഷം മഴയില്ല, അന്നേരം വലിയ വില കൂടി. മൂന്നാമത്തെ വർഷം മഴയില്ലെങ്കിൽ അന്നേരമാണ്. അപ്പം മഴയില്ലാത്ത കാലത്ത് 100 മേനി മരുഭൂമിയിൽ കിട്ടത്തില്ല. പക്ഷെ ദൈവം അവന് കൊടുത്തു. എന്താ കാര്യം? അവൻ ഒട്ടകത്തെയോ കഴുതയോ ഒക്കെ വെച്ച് പൂട്ടുക. അവിടെ കാളയല്ല, കഴുതയൊക്കെയാണ്. അപ്പോൾ കഴുതയൊക്കെ വെച്ചിടുന്ന നമ്മുടെ ഇങ്ങനെ അടങ്ങാൻ എന്നിട്ട് പറഞ്ഞു കാണും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഇവിടെ ക്ഷാമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ക്ഷാമകാലത്തും അവൻ എന്നെ ക്ഷേമമായിട്ട് പോറ്റും. എൻ്റെ പ്രയാസം മാറും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ വേദന മാറും. എനിക്ക് മഴ പെയ്യാതെ തന്നെ എൻ്റെ ഈ വിത്തെല്ലാം കിളിച്ചു വരും. നല്ലതുപോലെ ഞാൻ കൊയ്യും, ഞാൻ പണക്കാരനാകും. നിങ്ങൾക്കും എന്ത് സംഭവിക്കണമോ അത് പറയണം. നിങ്ങളുടെ തലച്ചോറ് പറയുന്നതല്ല. തലച്ചോറ് പറയുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. നെഞ്ചിനകത്ത് വേദനയായില്ലയോ? ഒരു സ്ത്രീ എൻ്റെ വന്ന് വെച്ച് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞു, പെങ്ങളെ ഹാർട്ട് അവിടെ അല്ല, ഇവിടെ ഇടത്തുവശത്താണ്. പിന്നെ വലത്തുവശത്ത് എന്തുവാ ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇല്ലേ, പേടിക്കരുത്, പേടിച്ചുള്ളത് പറയരുത്. എൻ്റെ ചേട്ടത്തിയുടെ കല്യാണം ഡിവോഴ്സ് ആയിപ്പോയി, എൻ്റെ അങ്ങനെ ആവുമെന്നാ വിചാരം പറയരുത്. എൻ്റെ നടുവിന് വേദനയാണ്, ഞാൻ ഇതിനകത്ത് കിടപ്പായിപ്പോയി, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ പറയരുത്. ഞാൻ പഠിക്കാൻ മണ്ടിയാണ്, ഞാൻ 12ാം ക്ലാസ് നല്ല മാർക്ക് വാങ്ങിച്ചു പറയരുത്. എന്ത് പറയണം? എന്ത് സംഭവിക്കണമോ അത് പറയണം. നിന്റെ സഭയെ നോക്കി പറയണം, നിന്റെ വീടിനെ നോക്കി പറയണം, നിന്റെ പുരയിടത്തെ നോക്കി പറയണം, നിന്റെ കഴിവിനെ നോക്കി പറയണം, നിന്റെ പേഴ്സിനെ നോക്കി പറയണം. എൻ്റെ പേഴ്സിൻ്റെ വണ്ണം കണ്ടോ? എന്തുമാത്രം രൂപ ഉണ്ട്? രൂപ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് പറയാം, എൻ്റെ പേഴ്സിന് കട്ടിയുണ്ട്, ഇതിനകത്ത് നിറച്ച് രൂപ ഉണ്ടാവും. ഇല്ലാത്തപ്പോഴും പറയും. എന്ത് സംഭവിക്കണമോ അത് പറയണം. നിന്റെ ബുദ്ധിയെ നോക്കി പറയണം, നിന്റെ കഴിവിനെ നോക്കി പറയണം, നിന്റെ ബലഹീനതയെ നോക്കി പറയണം, നിന്റെ സഭയെ നോക്കി പറയണം. പോൾ യോങ്കിച്ചോ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും കേട്ട് കാണാം, ഇല്ലെങ്കിൽ കേൾക്കണം. ചിലപ്പോൾ എൻ്റെ ബുക്ക് സ്റ്റാളിൽ ചെല്ലാമെങ്കിൽ, എനിക്ക് ഒരു ബുക്ക് സ്റ്റാളുണ്ട് ഇവിടെ ചെമ്പൂമുക്കിൽ കേട്ടോ, അവിടെ ചെല്ലാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കിട്ടും, 4th ഡയമെൻഷൻ, മലയാളത്തിൽ, വിശ്വാസത്തിൻ്റെ അത്ഭുതരേഖ. അദ്ദേഹം പ്രസംഗിക്കുകയാണ് സഭയിൽ, പുതിയ സഭയാണ്, തുടങ്ങിയതേ ഉള്ളൂ. ദൈവമക്കളെ നിങ്ങളെല്ലാവരും, കഴിഞ്ഞ ഉടനെ ഒരാൾ വന്നു വെച്ച് പറഞ്ഞ്, ഞങ്ങൾ ആകെ 5 പേരേ ഉള്ളൂ, ഇങ്ങനെ അലറേണ്ട കാര്യം വല്ലതുകൊണ്ട് ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോകുന്നു. അയാൾ പറഞ്ഞത് കേട്ടാട്ടെ, ഞാൻ എഴുതി വെച്ചു, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിനകത്ത് എഴുതി വെച്ചു കേട്ടോ. അദ്ദേഹം സർട്ടിഫൈ ചെയ്ത് PG വർഗീസ് എഴുതിയിരിക്കുന്ന എല്ലാം സത്യമാണ്, ആക്യുറേറ്റ് ആണെന്ന് എഴുതി തന്നതിനകത്ത് സർട്ടിഫിക്കറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞെന്നറിയാം, നിങ്ങൾ 5 പേരെ കാണുന്നുള്ളൂ, ഞാൻ 1500 പേരെ കാണുക. 1000 പേരായപ്പോൾ അദ്ദേഹം 3000 പേരെന്ന് പറഞ്ഞു. 2500 പേരായപ്പോൾ അദ്ദേഹം 1 ലക്ഷം എന്ന് പറഞ്ഞു. 1 ലക്ഷമായപ്പോൾ 5 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 7.5 ലക്ഷം പേരുണ്ട് അവിടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, എന്ത് സംഭവിക്കണമോ അത് പറയണം. നിന്റെ ശരീരത്തെ നോക്കി പറയണം, നിന്റെ കഴിവിനെ നോക്കി പറയണം, നിന്റെ ബുദ്ധിയെ നോക്കി പറയണം, നിന്റെ ഭർത്താവിനെ നോക്കി പറയണം, നിന്റെ ഭാര്യയെ നോക്കി പറയണം, നിന്റെ മക്കളെ നോക്കി പറയണം. പറയുക, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. ഹല്ലേലൂയ. വാക്യങ്ങളൊക്കെ അറിയാം, നിങ്ങളുടെ പാസ്റ്റർ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും എൻ്റെ ചില കഥകളൊക്കെ പറയാനായിട്ട് വന്നാ. ഹല്ലേലൂയ. 12ാമത്തെ വാക്യം ഒന്നുകൂടെ എടുക്കാമോ മലയാളത്തിൽ? ഹല്ലേലൂയ. ഐസക് സോഡ് ഇൻ ദ ലാൻഡ്. അവനാ വിതച്ചത്, വേറെ ആരെങ്കിലും അല്ല വിതച്ചത്. ചിലർ പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, എനിക്ക് നല്ല ആരോഗ്യമില്ല. പാസ്റ്റർ അല്ല വിതയ്ക്കേണ്ടിയ, നീ വിതയ്ക്കണം. പാസ്റ്റർ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, അമേരിക്കയിലുള്ള പെന്തിക്കോസുകാരൊക്കെ ദരിദ്രരാണെന്നറിയാം? അധികം പേർക്കും അറിയത്തില്ല. പെന്തിക്കോസിലുള്ള ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവരാരും പെന്തിക്കോസുകാരല്ല, അവരെല്ലാം ന്യൂ ജനറേഷൻകാരാണ്. യോലോസ് നിങ്ങൾ ആരെ വിചാരിച്ചാലും അവരെല്ലാവരും ന്യൂ ജനറേഷൻകാരാണ്. അവിടുത്തെ പെന്തിക്കോസുകാരൊക്കെ കഷ്ടവും നഷ്ടവും പറയുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാലും ഞാൻ കഴിഞ്ഞ മാസം പട്ടിണിയായിരുന്നിട്ടും ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല, അങ്ങനെ പറയുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ചെന്നപ്പോഴേ പാസ്റ്ററുടെ വീട് നിറച്ച് ഭയങ്കര വാടാ. എന്തൊരു വാടാ. നേരം വെളുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചപ്പോഴും പ്ലേറ്റും ഒക്കെ കണ്ടപ്പോഴേ കഴിക്കാൻ തോന്നിയില്ല. ഉപവാസമാണെന്ന് പറയണമെന്ന് തോന്നി, പക്ഷേ ഞാനും കഴിച്ചു. എന്നൊക്കെ പറഞ്ഞ് പോകാം. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ കാറിനകത്ത്. ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ വിചാരം മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോയത് ആ കാറിനകത്തായിരുന്നു. അത്രയ്ക്ക് പഴയ ഒരു കാറ്. ഇതിനകത്താണോ പോകുന്നത്? ലോകത്തിലുള്ളതിൽ ഏറ്റവും ചെറിയ കാറ് ബീറ്റിൽ എന്ന് പറയും. ഏറ്റവും ചെറിയ കാറാണ് ലോകത്തിലെ. ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ ടാറ്റയാണ്. അതിനകത്താണ് പോകുന്നത്. അയ്യോ, ഞാൻ അങ്ങോട്ട് കയറാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റൂളോട് എടുത്തു വന്നു. എന്തിനാ? എനിക്ക് ഇരിക്കാൻ സ്റ്റൂൾ, അതിനകത്ത് ഇരിക്കാൻ സീറ്റില്ല.
ഞാൻ സ്റ്റൂളും കൊണ്ട് ചെന്നു. അയാളൊരു തമാശ പറഞ്ഞാൽ അയാളൊരു കയറെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഡോറ് കെട്ടി 3-4 പിള്ളേരെയും കയറ്റി. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പം തള്ളാൻ ആൾ വേണം. ഞാൻ ചർച്ചയ്ക്ക് ചെന്ന് പ്രസംഗിക്കണം. അതിനകത്തും വാടകയാണ് കേട്ടോ. ഞാൻ അതിനകത്ത് പ്രസംഗിക്കാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്ററുടെ ഈ പഴയ കാറുണ്ടല്ലോ, അങ്ങോട്ട് ചെന്നിട്ട് പറയണം എനിക്ക് വേണ്ട, പോകാറ് തട്ടണം എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടും. ഇസാക്ക് വിതച്ചു, ഇസാക്കിന് കിട്ടി. നിനക്ക് വേണമെങ്കിൽ നീ പറയണം. നിന്റെ പാസ്റ്റർ അല്ല പറയേണ്ടത്, പാസ്റ്ററുടെ ഭാര്യയല്ല പറയേണ്ടത്, നീ പറയണം. നിന്നെ നോക്കി പറയണം, നിന്റെ ഭർത്താവിനെ നോക്കി പറയണം, ഭാര്യയെ നോക്കി പറയണം, ചർച്ചിനെ നോക്കി പറയണം. അടുത്ത ഞായറാഴ്ച നേരത്തെ വന്നിട്ട് ഇവിടെ എല്ലാം കൂടെ നടന്ന് പറയണം. ഇവിടെ എല്ലാ ആളുകൾ വരാൻ പോവാണ്. ഇതിനകത്തൊന്നും ഇരിക്കാൻ സ്ഥലം കാണത്തില്ല. ഇപ്പം എത്ര സർവീസ് ഉണ്ട് ഞായറാഴ്ച? 1, 2, 3 ആവാൻ പോവാണ്. ഹല്ലേലൂയ. 4 ആവാൻ പോവാണ്. ഹല്ലേലൂയ. പറയണം ഹല്ലേലൂയ. എങ്ങനെയാ 3 സർവീസ് ആവുന്നേ? പറഞ്ഞേ, പറ. 1 രൂപ തരാം. എന്തോ കുഞ്ഞെ പറഞ്ഞേ? വിക്കാസ് അല്ല, എങ്ങനെയാ ഈ 3 സർവീസ് ആവുന്നത്? എങ്ങനെയാന്ന് പറ. ആത്മാക്കൾ വരണം. എങ്ങനെയാ വരുന്നേ? ആരാ പറഞ്ഞു കൊണ്ടുവരണമെന്ന്? എന്നാ പേന പേടി പേടി കൊണ്ടുവരണം. ഭാഷേ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ മതിയോ? എനിക്കിങ്ങനെ അറിയാവൂ കേട്ടോ. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, അതുകൊണ്ടൊക്കെ തരാറായതൊക്കെ. കൊണ്ടുവരണം. ആര് കൊണ്ടുവരണം? IPC-കാർ കൊണ്ടുവരണം. അല്ല, ആര് കൊണ്ടുവരണം? പറഞ്ഞേ. കൊണ്ടുവരണം എന്ന് വിചാരമുള്ളവർക്ക് ഒന്ന് കൈപൊക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഒരാളിനെ അടുത്ത ക്രിസ്മസിന് മുമ്പ് കർത്താവിൻ്റെ പക്കൽ കൊണ്ടുവരണം. അന്നേരമാണെങ്കിൽ അടുത്ത വർഷം 3 സർവീസ്, ജൂൺ മാസം ആകുമ്പോൾ 4 സർവീസ്, സ്വന്തമായിട്ട് പുരയിടം, സ്വന്തമായിട്ട് ഹാള്. പാസ്റ്റർ MI വർഗീസിൻ്റെ ഒരു മോനുണ്ട്, ജോൺസൺ. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പുരയിടം വാങ്ങിച്ചു ബാംഗ്ലൂരിൽ. എത്ര രൂപ വിലയെന്നറിയാമോ? 100 കോടി രൂപ. എവിടുന്ന് കിട്ടിയതാ? സായിപ്പിൻ്റെയാ? അല്ല, അവരുടെ വിശ്വാസികൾ കൊടുത്തത്. എവിടുന്നാ കൊടുത്തേ? അവരുടെ പേഴ്സിനകത്ത് രൂപ ഉണ്ടായി കഴിയുമ്പം. നിങ്ങളുടെ ഈ രൂപ വരാമെങ്കിൽ നിങ്ങൾക്ക് നല്ലതാ, സഭയ്ക്കും നല്ലതാണ്. അതുകൊണ്ട് പറയണം, അവൻ ആ ദേശത്ത് വിതച്ചു, അവന് 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച മഹാധനവാനായി തീർന്നു. പണം നല്ലതാ കേട്ടോ, നിങ്ങൾക്ക് നല്ലതാ. പണം ഇഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് തന്നേക്കണം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആഭരണമുള്ളവരുണ്ട്. ഇത് ആഭരണം ഇടുന്ന സഭയാണോ? ഇല്ല. ഇടുന്നവരൊക്കെ ഇടരുത്, ആഭരണം ഇടരുത്, മഹാപാപമാണ്. അതൊക്കെ ഊരി എനിക്ക് തന്നേക്കണം, ഞാൻ കൊണ്ടുപോയിക്കോളാം. ചിലരൊക്കെ അങ്ങ് പേടിച്ച് കാണും തുടങ്ങിയവിടെ. പേടിക്കണം. ദൈവം യേശുവിൻ്റെ രൂപം എന്തുവാണെന്നറിയാമോ? മേളിൽ നിന്ന് താഴെ വരെ സ്വർണ്ണമാണ്. അവൻ നിൻ്റെ അടുക്ക വന്നപ്പോൾ ചോദിക്കത്തില്ല, എന്തിനാ അടി കൊച്ചാ ഈ 1 പവൻ്റെ മാല ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. ഒന്നുകൂടെ വാങ്ങിച്ചിടാനേ പറയത്തുള്ളൂ. ഞാൻ ഇടാനും പറയുമല്ല, ഊരാനും പറയല്ല. പിണങ്ങളിൽ തങ്കക്കുടവ് വൈകിട്ട് വരാതിരിക്കരുത്. ഹല്ലേലൂയ. അവൻ വർദ്ധിച്ച് എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ടല്ല അവൻ പണക്കാരനായത്. പിന്നെയും ക്ഷാമം തുടർന്നപ്പോൾ അവൻ ബിസിനസ് ചെയ്തു. നിങ്ങളും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഇസ്ഹാക്ക് പഠിപ്പിക്കുകയാണ്, നിന്റെ ക്ഷാമകാലത്ത് നീ വിതയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒന്നും ഉണ്ടാകാത്ത ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചിരിച്ചാണ്. അവൻ കഴുതയും കൊണ്ട് ഇങ്ങനെ പൂട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴുത ഇങ്ങോട്ട് കണക്ക്. എല്ലാവരും വന്ന് പറഞ്ഞ ഒരു അലലിയക്കാരൻ വന്നിട്ട് മഴക്കാറില്ലാത്ത സമയത്ത് നിലം പൂട്ടുന്നു. അവൻ ഇസ്ഹാക്ക് പറഞ്ഞു കാണും, നീ ഇന്ന് ചിരിച്ചോ, പക്ഷെ അവസാനം ചിരിക്കുന്നത് ഞാനായിരിക്കും. നിന്നെ നോക്കി ആളുകൾ ചിരിക്കുമ്പോഴും നിനക്ക് പറയാനൊക്കെ നീ ചിരിച്ചോ, നിന്നെ നോക്കി ഞാൻ ഒന്ന് എൻ്റെ കൊച്ചായി ഉണ്ട്. വൈകിട്ട് എത്ര മണിക്കൂർ തരും എനിക്ക്? വൈകിട്ട് എത്ര മണിക്കൂർ തരും? പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ ഇങ്ങോട്ട്. ഹല്ലേലൂയ. 3ാമത്തെ ആളിനെ വിടുവാ ഞാൻ.
യാക്കോബിനെ വിടുക, തീരത്തില്ല. യാക്കോബിൻ്റെ മോൻ്റെ പേര് എന്തോ ഏശാവെന്നോ. യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? കറക്റ്റ് എളുപ്പം പറയുന്നവർക്ക് ഒരു പേന കിട്ടും. പേനയും കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള വാശി. ഏതൊക്കെയാ 13 എന്ന് പറഞ്ഞ്? ഒരു പെണ്ണേ ഉള്ളെന്ന് വേദപുസ്തകത്തിനകത്ത് കാണിക്കാമെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സ് എടുത്ത് കൈ തരാം. ഒരെണ്ണമുണ്ട്. എന്നാ പിടി, ഞാൻ ഇത്രയും പറഞ്ഞില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഒരുങ്ങിയാ വന്നിരിക്കുന്നത്. അമ്പതാം അധ്യായം യാക്കോബിനെ വിടുവാണ്. ഞാൻ വൈകിട്ട് പ്രസംഗിക്കുക കേട്ടോ, ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒന്ന് കാര്യമായിട്ടൊക്കെ നിന്നുണ്ടോ ആകെയാൾ ദൈവമക്കളെയും. 50-ാമത്തെ അധ്യായം, കർത്താവേ, 7-ാമത്തെ വാക്യം. ആൻഡ് ജോസഫ് വെന്റ് അപ്പ് ടു ബറി ഹിസ് ഫാദർ. ജോസഫ് തൻ്റെ അപ്പനെ കുഴിച്ചിടാൻ പോയി. നിങ്ങളും നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ചെയ്യാനുള്ള കടമകളൊക്കെ ചെയ്യണം. ചിലരുണ്ടൊക്കെ ചോദിക്കും, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടുന്നത് തെറ്റാണോ? അല്ല, അത് ഒരു കടമയാണ്. നിങ്ങളെ കൊണ്ട് നോക്കാൻ ഒക്കുന്നില്ലയോ? ഇന്നത്തെ കാലത്ത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ബുക്ക് ചെയ്തിരിക്കുക. എൻ്റെ മക്കളാരും നോക്കാഞ്ഞിട്ടാണോ? അല്ല, എൻ്റെ മരുമക്കൾ, എൻ്റെ ആൺമക്കളുടെ 3 മരുമക്കളും അസാധാരണമായി നല്ല മക്കളാണ്. അപ്പം നിങ്ങൾക്ക് നോക്കാനൊക്കുമെങ്കിൽ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് നോക്കാനൊക്കത്തില്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കണം. നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമകളൊക്കെ ചെയ്യണം. 14-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് അവൻ തിരികെ വന്നു. വളരെ ദൂരെ പോയതാണ്. അവിടെ പോയിട്ട് തിരികെ രാജാവിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എവിടെ പോകണം? 19-ാമത്തെ വാക്യം. ആൻഡ് ജോസഫ് സെഡ് unto them. അപ്പോഴത്തേക്ക് സഹോദരന്മാരെല്ലാം കൂടെ വന്നു. ഓടി വന്നു കഴിയുമ്പോൾ പറഞ്ഞു, കുഞ്ഞനിയാ, ഞങ്ങളോട് ദോഷം ചെയ്യില്ല. കാരണം അവർക്ക് മനസ്സിലായി, യവൻ നമ്മളെ പിടിച്ച് ജയിലിലിടാം, നമ്മുടെ തല വെട്ടിക്കള, അവൻ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ചെമ്മച്ച് പറഞ്ഞു, നീ ഞങ്ങൾക്കൊന്നും ദോഷമൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ അറിയാതൊക്കെ ചെയ്തു പോയതാണ്. അവനക്ക് വന്നു പറഞ്ഞു. അന്നേരം അവൻ എന്ത് പറഞ്ഞു? യോസഫ് എന്ത് പറഞ്ഞു? യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. ഞാൻ ആയിരുന്നെങ്കിൽ എന്താ പറഞ്ഞതെന്നറിയാം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല. അങ്ങനൊന്നും അല്ല പറഞ്ഞ്. അവൻ വളരെ എളിമയുള്ളവനായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ കളക്ടറായിരിക്കാം, നിങ്ങളുടെ മകൻ കളക്ടറായിരിക്കാം. നിങ്ങൾ എത്ര ഉയർന്നാലും താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് എപ്പോഴും എളിമയുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര ഉയർന്ന സ്ഥാനത്താണേലും. ജോസഫ് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല. ഞാൻ നിങ്ങളെ പോറ്റാം, നിങ്ങളുടെ മക്കളെയും പോറ്റാം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. വളരെ പ്രതികാരം വേദോസ്തനകത്തുണ്ട്. പ്രതികാരം ദൈവത്തിനുള്ളത് വേദോസ്തനകത്തുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ ഇടയ്ക്ക് വാക്യം ഓർമ്മ വരുന്നില്ല. സഹോദരന്മാരെല്ലാം മുമ്പിൽ വന്നു. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. സഹോദരന്മാരെല്ലാം മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞ ഉടനെ അവൻ്റെ സ്വപ്നം കണ്ടുപിടിക്കാമോ വാക്യം? യൂട്യൂബിനകത്ത് ജോസഫ് റിമെമ്പേർഡ് ഹിസ് ഡ്രീം. ഞാൻ പറയുന്നത് കേട്ടോ, പിന്നെ എഴുതിയെടുക്കാം, അവർ കണ്ടുപിടിച്ചോളും. ജോസഫിൻ്റെ മുമ്പ് ആ സഹോദരന്മാരെല്ലാം വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വപ്നം ഓർത്തു. എന്ന് കണ്ട സ്വപ്നമാ? ഏകദേശം 30 വർഷത്തിന് മുമ്പ് കണ്ടത്, അല്ലെങ്കിൽ പോട്ടെ 27 വർഷത്തിനോ. ഈ സമയത്ത് യോസഫിന് 30-35 വയസ്സുണ്ട്. 17-ാമത്തെ വയസ്സാണ് അവിടെ വിട്ടുമിച്ചത്. ജോസഫ് റിമെമ്പേർഡ്, കാണാം? ഓക്കെ, കാൻ യു ഫൈൻഡ് ഔട്ട്? ജോസഫ് റിമെമ്പേർഡ് ഹിസ് ഡ്രീം. കട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് സമയം എടുക്കാൻ കണ്ടുപിടിക്കാൻ. എൻ്റെ ബൈബിളിനകത്ത് അടിവരയിട്ടിട്ടുണ്ട് ഞാൻ. ഏകദേശം 30 വർഷത്തിന് മുമ്പ് കണ്ട സ്വപ്നം അവൻ എല്ലാ ദിവസവും ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളെപ്പറ്റി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ? ദൈവം എൻ്റെ നിലയ്ക്ക് വ്യത്യാസം തരും.
ദൈവം എനിക്ക് വീട് തരും, എൻ്റെ മക്കളെ നല്ല നിലയിലേർത്തും, എൻ്റെ ഭർത്താവ് മനസ്സാന്തരപ്പെടും, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, എനിക്ക് നല്ലൊരു വാഹനം കിട്ടും, ഞങ്ങളുടെ ചർച്ചിന് നല്ലൊരു ചർച്ച്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഓർത്ത് നടക്കണം. പണ്ട് കണ്ടത് എഴുതിയിടണം. ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ എൻ്റെ വേദപുസ്തകം ഇതിനകത്ത് നോക്കിയാൽ കാണാം കേട്ടോ. എല്ലാം എഴുതി വെച്ചിരിക്കുക. പോലെടാ കണ്ടോ, ഓടൊന്നുമല്ല. പിന്നെ എഴുതാൻ സ്ഥലമില്ലാതെ വന്ന് കഴിഞ്ഞപ്പം കടലാസിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ എന്നെപ്പറ്റി കണ്ടത്, എൻ്റെ മക്കളെപ്പറ്റി കണ്ടത്, എൻ്റെ വേലയെപ്പറ്റി കണ്ടത് എല്ലാം എഴുതി വച്ചിരിക്കുകയാണ്. ഇത് കൂടെ കൂടെ ഓർക്കും. ഞാൻ പത്താംകോട്ട് പട്ടിണിയിലായിരിക്കുന്ന സമയത്ത് കണ്ടോ, യോസഫ് അവരെക്കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്തു. 9-ാമത്തെ വാക്യം, എത്രാമത്തെ അധ്യായം, 42-ാമത്തെ എഴുതിയെടുത്താട്ട് അടിവരയിടണം. സ്വപ്നങ്ങൾ ഓർത്തു. 2 സ്വപ്നമാണ്, 2 ഓർത്തു. നിങ്ങളിത് ഓർക്കണം. നിങ്ങളെപ്പറ്റി കണ്ട സ്വപ്നം, യോസഫിനെ പറ്റി കണ്ട സ്വപ്നം ഓർത്തു. നിങ്ങളെപ്പറ്റി കണ്ട സ്വപ്നം ഓർക്കണം. നിങ്ങളുടെ മക്കളെപ്പറ്റി കണ്ട സ്വപ്നം ഓർക്കണം. നിങ്ങളുടെ കൊച്ചുമക്കളെപ്പറ്റി കണ്ട സ്വപ്നം ഓർക്കണം. നിങ്ങളുടെ സഭയെപ്പറ്റി കണ്ട സ്വപ്നം ഓർക്കണം. ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ് കേട്ടോ. പട്ടിണിയുടെ കാലത്ത് നിന്ന് വന്നതാണ്. എൻ്റെ ജോലിയൊക്കെ രാജിവെച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന രൂപയല്ല ഞാൻ സുവിശേഷ വിലക്കാർക്ക് കൊടുത്തു. വെറും കൈയോടെ കട്ടറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടുന്ന് ഞാൻ പത്താംകോട്ടി വന്നു. പത്താംകോട്ടി വന്നപ്പോൾ എൻ്റെ കൂടെ അവിടെ ഒരു പെങ്കൊച്ച, ഇവിടെ നാഗർകോവിലുകാരി, മലയാളി, തമിഴ്നാട്ടിൽ താമസിക്കുന്ന ഒരു കൊച്ചല്ല, UDC ആണ്, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ്. പുതുതായിട്ട് ജോലി കിട്ടി വന്നതാണ്, UDC ആയിട്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്. അവൾ വന്നു. ഞാൻ ആ കൊച്ചിനെ ആരെയെങ്കിലും വിട്ടിട്ട് ആരാധനയ്ക്ക് കൊണ്ടുവരും. കുറച്ച് ദൂരേന്ന് വരണം. അന്ന് സൈക്കിളേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ച് സൈക്കിളിനകത്ത് ഞാൻ തിരിച്ചു കൊണ്ടുവിടും. ഒരിക്കൽ ഞാൻ ആ കൊച്ചിനെ സൈക്കിളെ കൊണ്ടുപോയി. ഒരിക്കലും ഞാൻ ആ പെൺകുട്ടികളെ ആരും എൻ്റെ കൂടെ ഇരുത്തത്തില്ലെന്നുള്ള തീരുമാനമാണ്. പക്ഷേ ഒരു ദിവസം വേറെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി. അന്ന് ആ കൊച്ചിൻ്റെ പേര് ലില്ലി എന്നാണ്, പൂനായി താമസിക്കായപ്പോൾ. അവിടെ നിന്നുകൊണ്ട് തീരുമാനിച്ചു, പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ പാസ്റ്റർക്ക് ഒരു വണ്ടി കൊടുക്കണമേ. അവൾ അത് കഴിഞ്ഞ് വെച്ച് കന്യാകുമാരി ചെന്ന് കഴിഞ്ഞപ്പം, എനിക്കൊരു വണ്ടി കിട്ടുവാണെങ്കിൽ, പാസ്റ്റർക്ക് ഒരു വണ്ടി കിട്ടുമ്പം അവർ പാസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ, CPM-കാരാണ്. അപ്പോൾ ദൈവദാസനെ പാസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ, ബഹുമാനിക്കുന്ന ആണ്. അവിടെ ഒരു പാവ വെച്ചിട്ടുണ്ട്, ഒരുമാതിരി നാര് കൊണ്ടുള്ള ഒരു കൊച്ചു തല, 2 കൈ താഴോട്ടിത്, 2 കാല്. അത് വാങ്ങിച്ചു എൻ്റെ പാസ്റ്റർക്ക് ഈ വണ്ടി കിട്ടിക്കഴിയുമ്പം ഈ പാവ അതിൻ്റെ മേളിൽ കെട്ടും. ആ കൊച്ചു തിരിച്ചു വന്നു. എൻ്റെയൊക്കെ പറഞ്ഞൊന്നുമില്ല. ആ സമയത്ത് ഞാനൊരു വണ്ടി വാങ്ങിച്ചു, ഒരു പഴയ വണ്ടി, ഒരു 10-15 വർഷത്തെ പഴക്കമുള്ള ഒരു വണ്ടി, പട്ടാള വണ്ടിയാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ നല്ല തടിയാണ് കേട്ടോ, നല്ല വണ്ണമുണ്ട്. കാരണം അവരെല്ലാം ഈ വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് തെള്ളി മസിലുണ്ടായതാണ്. അപ്പം ഞാൻ ഈ വണ്ടി വാങ്ങിച്ചു, നിസാൻ്റെ ജോങ്ക. ആ കൊച്ചു പറഞ്ഞു, ഞാൻ ഈ വണ്ടിക്കല്ല പ്രാർത്ഥിച്ച, ഞാൻ പ്രാർത്ഥിച്ച ഒരു അതുകൊണ്ട് ആ കൊച്ചു തന്നില്ല. എന്നിട്ട് എല്ലാ ദിവസവും ഇതെടുത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ പാസ്റ്റർക്ക് ഒരു നല്ല വണ്ടി കൊടുക്കണം, ഒരു പുതിയ വണ്ടി കൊടുക്കണം. ആ വണ്ടി കുട്ടി കഴിയുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാവ അവിടെ കൊടുക്കും. അത് കഴിഞ്ഞപ്പോഴാണ് ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ വന്നു. എനിക്ക് 1,10,000 രൂപ അന്ന് അത്രയേ ഉള്ളൂ. ഞാനൊരു മിനി ബസ് വാങ്ങിച്ചു, മഹീന്ദ്രയുടെ. അന്ന് അത്രയേ ഉള്ളൂ വില, 1,10,000 ഉള്ളൂ. അന്നേരമായി കൊച്ചോട്ട് പറഞ്ഞു, നോക്കിയേ, 3 വർഷത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് എന്നും ഇത് നോക്കി ഞാൻ പറയുമായിരുന്നു. എൻ്റെ സ്വപ്നം ഓർത്തോർത്ത് പറയുമായിരുന്നു, എൻ്റെ പാസ്റ്റർക്ക് ഒരു വണ്ടി കിട്ടും. ആ വണ്ടിയുടെ ഞാനത് കെട്ടിയിട്ടാണ് നടന്നത്. ഞാനീ പറയുന്നത്, നിങ്ങളും സ്വപ്നം ഓർക്കണം. നിങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി സ്വപ്നം ഓർക്കണം. 50-ാം അധ്യായം ദൈവമേ എടുത്തോട്ടെ, 50-ാം അധ്യായം. ഹല്ലേലൂയ. പറഞ്ഞു ഞാൻ, നിങ്ങളെനിക്ക് 20-ാമത്തെ വാക്യം വളരെ സുപ്രസിദ്ധമായ വാക്യമാണ്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ സുന്ദരം കേട്ടോ. ബട്ട് you thought evil against me, but God meant it unto good to bring it to pass as it this day to save much people alive. നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, പക്ഷേ എൻ്റെ ദൈവമോ ആ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തുന്നതിനെ ഗുണമാക്കി തീർത്തു എന്ന് പറഞ്ഞ് മനസ്സിലായോ? നീ പ്രതികാരം ചെയ്യാതെ, പ്രതികാരം ചെയ്യാൻ നിനക്ക് അവകാശമുണ്ടെങ്കിലും, ശ്രദ്ധിച്ചു കേൾക്കണം, പ്രതികാരം ചെയ്യാൻ നിനക്ക് അവകാശമുണ്ടെങ്കിലും, പ്രതികാരം ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെങ്കിലും
പ്രതികാരം ചെയ്യാതെ ഇരിക്കാമെങ്കിൽ, ആരെങ്കിലും നിനക്ക് ദോഷം ചെയ്താൽ ദൈവം അതിനെ തിരിച്ചു മറിച്ച് അനുഗ്രഹമാക്കി തീർക്കും. He will reverse it. He will reverse it. ജോസഫിനെ പഠിപ്പിച്ചാണ് വളരെ പ്രധാനപ്പെട്ട. വേണ്ടുന്നവർക്ക് ഒരു വാക്യം കൂടി എഴുതിയെടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:22 എഴുതിയെടുത്താൽ മതി, പറയണ്ട. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളെ പോറ്റി വളർത്താൻ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുഞ്ഞുമക്കളെയും നോക്കാം. 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോസഫ് saw Ephraim's children. 23-ാമത്തെ വാക്യം. 23. എഫ്രൈമിൽ 3-ാം തലമുറ മക്കളെയും കണ്ടു. മനുഷ്യയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസഫിന്റെ മടിയിൽ വളർന്നു. എവിടെ കൊണ്ട് നിർത്തണം? ഇരുന്നേ ഒക്കത്തെന്നുള്ളതാ തോന്നുന്നത്. ഇരുന്നോട്ടെ, വേണ്ട, ആരാരും വേണ്ടുന്നില്ല. വേണ്ട, ഞാനങ്ങ് നിന്നോളാം. നിങ്ങളങ്ങ് തൃപ്തരായിക്കോട്ടെ, ഞാൻ ഇരുന്നോട്ടെ. ക്ഷീണിക്കുമ്പോൾ ഇരിക്കാം. ഇത് ക്ഷീണിക്കാനല്ല, ഒരു കഥ പഠിപ്പിക്കാൻ. 4-ാം തലമുറയെ കണ്ടു. തലമുറകൾ കാണുന്ന ഒരു ഭാഗ്യമാണ്. മക്കളെക്കാൾ കൊച്ചുമക്കളാണ് കുറച്ചുകൂടെ നമുക്ക് സന്തോഷം തരുന്നത്. 4-ാം തലമുറയിലും മാഖീറിൻ്റെ മക്കളും അവൻ്റെ മടിയിൽ വളർന്നു. എൻ്റെ പപ്പ യാക്കോബക്കാരനാണ്. ഞങ്ങളെ വേദപുസ്തകം പപ്പ ഒരു 30 അധ്യായമെങ്കിലും വേദപുസ്തകം വായിക്കുമായിരുന്നു. 15 അധ്യായമെങ്കിലും വായിക്കുമായിരുന്നു ദിവസം. പപ്പയുടെ ജോലി 11 മണിയാകുമ്പം തീരും. പിന്നെ ഒറ്റയ്ക്കേ ഉള്ളൂ. മനോരമ വായിക്കും. ഇത് വായിക്കും. വേറെ യാതൊരു ജോലിയില്ല. പപ്പ ആരുടെയും വീട്ടിൽ പോകത്തില്ല. ഞങ്ങളുടെ വീട്ടിലാരും അതിഥികൾ വരത്തില്ല. ഞങ്ങൾ വനത്തിൻ്റെ അടുക്ക താമസിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് വേദപുസ്തകം വായിക്കും. ഞങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കും. ഞങ്ങൾ 7 മക്കളെയും വളരെ സ്ട്രിക്റ്റായിട്ട് രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മക്കളെ മടിയിലിരുത്തി വളർത്തി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എടാ മോനെ, ഇങ്ങനെ എടാ കുതിര പോകുന്നേ, കെടുക്കെടുക്കെടുക്കെടുക്കെടുക്കെട്. ഞാനും ഇതാ എൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചേ. ഇങ്ങനായിരുന്നു മക്കളെവിടെ. പക്ഷേ ഞാൻ ഇസ്രായേലിലായിരുന്ന സമയത്ത് വിസിറ്റിങ്ങിന് പോയതാണ് കേട്ടോ, പ്രസംഗിക്കാൻ പോയതാണ്. ഞാൻ 1 രൂപ മുടക്കിയിട്ടില്ല. വല്ലവരുടെയും ചിലവിനകത്ത് പോയി, വല്ലവരുടെയും ചിലവിൽ തിരികെ വന്നു. അങ്ങനെ പോയപ്പോൾ ഒരു യഹൂദ കുടുംബത്തെ പരിചയപ്പെട്ടു. നിങ്ങൾ ഇസ്രായേലിൽ പോവുകയാണെങ്കിൽ ആരെയും പരിചയപ്പെടാനൊക്കത്തില്ല. കാരണം ഇന്ന് പറഞ്ഞാൽ ഇന്ന് കോഴിക്കോട്, അടുത്ത ദിവസം തൃശ്ശൂർ, അടുത്ത ദിവസം എറണാകുളം, അടുത്ത ദിവസം തിരുവനന്തപുരം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി പോവാണ്. എന്നാൽ ഞാൻ 14 ദിവസം ഒരിടത്ത് താമസിച്ചു. അപ്പോൾ അടുത്തുള്ള ഒരു യഹൂദ കുടുംബമായിട്ട് പരിചയപ്പെട്ടു. കൊച്ചിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് വലിയ കാര്യമാണ്, മലയാളികളോട് വലിയ കാര്യമാണ്. അവരെനിക്ക് ചില തത്വങ്ങൾ പറഞ്ഞു തന്നു. അതിനകത്ത് ഒന്ന് ഇതായിരുന്നു: മടിയിലിരുത്തി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയിലിരുത്തി കളിപ്പിക്കുകയല്ല, മടിയിലിരുത്തി വേദപുസ്തകം പഠിപ്പിച്ചു. കേട്ടോ വല്യപ്പച്ച, നിങ്ങളുടെ 2-ാം തലമുറയും 3-ാം തലമുറയും നിങ്ങൾ കളിപ്പിക്കുക മാത്രമല്ല, വേദപുസ്തകം പഠിപ്പിക്കണം. ഞാനിത് പഠിച്ചതിന് ശേഷം എൻ്റെ കൊച്ചുമക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉപദേശം കൊടുത്തേ വിടത്തുള്ളൂ. അവർ വരുമല്ല. ശനിയാഴ്ച എൻ്റെ അടുത്ത മോനുണ്ടായിരുന്നു. അവർ ശനിയാഴ്ച വരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്തിട്ട് വേദപുസ്തകത്തിൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് വിടുകയുള്ളൂ. അവരെ മടിയിലിരുത്തി വളർത്തണം. മടിയിലിരുത്തി ആത്മീയ തത്വങ്ങൾ പഠിപ്പിക്കണം. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു നിർത്താം. ജോസഫ് 25-ാമത്തെ വാക്യം. ആൻഡ് ജോസഫ് took 25. 50-ാം അധ്യായം 25-ാമത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. സത്യം ചെയ്യിച്ചത് പിന്നെ എപ്പോഴെങ്കിലും പറയാം, ഇന്ന് പറയാൻ ഒക്കത്തില്ല. തുടയുടെ കീഴിൽ കൈവച്ച് സത്യം ചെയ്യിച്ചു. എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത് പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഒന്നുകൂടെ വിളിക്കാനായിട്ട് ഇപ്പോഴേ ഞാൻ ലൈൻ ഇടുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ചിലതൊക്കെ എനിക്ക് അറിയാമെന്ന് വിചാരിച്ചെങ്കിലും എന്നെ ഒന്ന് വിളിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മക്കളെ അനുഗ്രഹിച്ചു. ഉപദേശം കേൾക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നത് എന്നാണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ തലേദിവസം ചെയ്താൽ മതി. അറിയത്തില്ലെങ്കിൽ അടുത്ത ക്രിസ്മസിന് ഏതെങ്കിലും ഒരു വിശേഷ ദിവസം മക്കൾ എവിടെയൊക്കെയാണ് പറഞ്ഞിട്ട് വന്നാട്ട്. സാഹിബ്മാർക്ക് ക്രിസ്മസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. തിന്നാനൊന്നുമല്ല,
അവരെല്ലാവരും കൂടെ വരും, മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ വന്നിട്ട് അനുഗ്രഹിക്കും. നിങ്ങളും അത് ചെയ്യണം. ഞാൻ ഇവിടുന്ന് പഠിച്ചു, യാക്കോബിൽ നിന്ന് പഠിച്ചു. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കളെല്ലാം വിളിച്ചിട്ട് അനുഗ്രഹിക്കണം. എന്നിട്ട് അവരെ അനുഗ്രഹിക്കുക, ശപിക്കുമല്ല. എടാ നീക്കത് എനിക്ക് അറിയാമടാ, നീ അനുഭവിക്കടാ, നീ മോഹിക്കുക, നിൻ്റെ മക്കൾ ഇതുപോലെ നിന്നോട് ശപിക്കരുത്, ശപിക്കരുത്. എന്നെങ്കിലും ശപിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം. എൻ്റെ ഒരു പ്രസംഗമുണ്ട്, യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്, ശാപം വിട്ടൊഴിയുക. 3.5 മണിക്കൂറാണ്. നിങ്ങളെ കൊണ്ട് കാണിക്കത്തില്ല. നിങ്ങൾ കാണാനിരിക്കുമ്പോഴായിരിക്കും അമ്മ കയറി വരുന്നത്, പാസ്റ്റർ കയറി വരുന്നത്. നിങ്ങളെ കൊണ്ട് കാണിക്കത്തില്ല. അതുകൊണ്ട് വെളിയിൽ നിന്ന് കതക് പൂട്ടിയിട്ട് അകത്തിരുന്ന് ഈ 3.5 മണിക്കൂർ കാണുക. ഏറ്റവും കൂടുതൽ അനുഗ്രഹം തരുന്ന 3.5 മണിക്കൂർ നേരത്തെ ബൈബിൾ ക്ലാസ്സാണ്. ചില ശാപങ്ങൾ വിട്ടുമാറാൻ, അനുഗ്രഹം പ്രാപിക്കാനായിട്ട്. മരിക്കുന്നതിന് മുമ്പേ അവനെ അനുഗ്രഹിച്ചു. ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, എന്തുകൊണ്ട് പറഞ്ഞ് എൻ്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം? എന്തിനാ ഈ അസ്ഥികളെ കൊണ്ടുവന്ന്? യോസഫേ, നീ ഒരു ബുദ്ധിമാനല്ലയോ? നീ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലായിരുന്നോ? ഇവിടെ കുഴിച്ചിടുന്നതാ നല്ലത്. മിസ്രൈമിൽ നിനക്കൊരു പിരമിഡ് ഉണ്ടാക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ മണലാരണ്യത്തിനകത്ത് മണൽ നീക്കി വെച്ച് കുഴിച്ചിട്ട് വെച്ച് 2 കല്ലും വെച്ച് ഒരു മരവും നട്ടും വെച്ചിഞ്ഞ് പോരും. കുറച്ച് നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ മരം ഉണങ്ങിപ്പോയെങ്കിൽ എവിടാന്ന് പോലും അറിയത്തില്ല, സ്ഥാനം പോലും അറിയത്തില്ല. ഇവിടെ കുഴിച്ചിട്ടാൽ നിനക്ക് വേണ്ടി ഒരു പിരമിഡ് ഉണ്ടാക്കും. പിരമിഡിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയാം, എനിക്കറിയാം, ഞാൻ റിസർച്ച് ചെയ്തതാണ്. അതിനകത്ത് 4 അടി ഉയരമുള്ള ഒരു സിംഹാസനമുണ്ട്, സ്വർണം കൊണ്ടുള്ള. 1 അടി നീളമുള്ള 2 ചെരുപ്പുണ്ട്. കലത്തിനകത്ത് സ്വർണ്ണ ഖനികളുണ്ട്. ഇതെല്ലാം കിട്ടും. നിന്റെ പേര് സ്വർണ്ണ ലിപികൾ എഴുതി വെക്കുക, ഇവിടെ കുഴിച്ചിട്ടാൽ മതി. യോസഫ് പറയണല്ല, എന്നെ അവിടെ കുഴിച്ചിടണം. എന്താ അവിടുത്തെ പ്രത്യേകത? നമ്മളിങ്ങനെ വിചാരിക്കും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോവിൻ്റെ അടുക്കലൊക്കെ കുഴിച്ചിടണമെന്ന്. അതല്ല, ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. എന്താണ് ആത്മീയ അർത്ഥം? അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചു, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യം. മാത്യു 52, 27, 52 and 53. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകൾ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുകയാണ്. മശീഹ ക്രൂശിൽ കിടക്കുന്നു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലകൾ തുറന്നു, നിദ്ര പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി. ഇതവൻ കണ്ടതാണ്. ഒരു ദിവസം മശീഹ ഭൂമിയിൽ വരും. ഇന്നേക്ക് 1765 വർഷങ്ങൾക്ക് ശേഷം, അന്നേക്ക് അവനറിയാമായിരുന്നു, അവനൊരു ദർശനം കിട്ടി. മശീഹ ഭൂമിയിൽ വരും. അവൻ ക്രൂശിൽ കടന്നുകൊണ്ട് അവൻ നിലവിളിക്കുന്ന സമയത്ത് ഭൂമി കുലുങ്ങും, പാറകൾ പെടും, കല്ലകൾ തുറക്കും, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും തുറന്നു. അക്കൂട്ടത്തിൽ എനിക്കും ഉണ്ടായിരിക്കണം. അവൻ്റെ ജീവിതത്തിനകത്തെ ലക്ഷ്യം എന്താണ്? എൻ്റെ പേര് സ്വർണ്ണലിപികൾ എഴുതണമെന്നല്ല, എനിക്ക് സ്വർണ്ണ സിംഹാസനം കിട്ടണമെന്നല്ല, എനിക്ക് സ്വർണ്ണ ചെരുപ്പ് കിട്ടണമെന്നല്ല, എനിക്ക് നല്ലൊരു ശവമടക്ക് കിട്ടണമെന്നല്ല. ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ, മരിച്ച് ഉയർത്തെഴുന്നേറ്റും ക്രിസ്തുവിനോടുകൂടെ. നിങ്ങൾക്ക് വലിയൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ സമ്പാദ്യം വേണം. നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ നല്ലതാണ്. എത്രയും നല്ല വീടുണ്ടോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. എന്നെപ്പോലുള്ള ഉപദേശിമാർക്ക് വന്നാലും താമസിക്കാൻ നല്ലതാണ്. നിങ്ങളുടെ ഈ പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, പാവപ്പെട്ടവർക്ക് നല്ലതാണ്, നിങ്ങളുടെ സഭയ്ക്ക് നല്ലതാണ്. പക്ഷേ ഏറ്റവും വലിയ ലക്ഷ്യം ജീവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ, മരിച്ചുയർത്തെഴുന്നേറ്റും ക്രിസ്തുവിനോടുകൂടെ. അതിന് തടസ്സങ്ങളുണ്ടാകരുത്. വേഗത്തിൽ നിർത്താം. 10 മിനിറ്റ് കൂടെ തരിക. 5 മിനിറ്റിനകത്ത് നിർത്താൻ നോക്കാം. 1.5 ഞാൻ വാക്ക് പറഞ്ഞതാണ് അല്ലേ? അല്ല, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ എത്തുന്നു വരും. ഒരു കാര്യമായ ഒരു പോയിന്റ് പറയാൻ പോവാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചു, ഇവൻ്റെ ചേട്ടന്മാർക്കാർക്കും ഈ ദർശനം ഉണ്ടായില്ല. അപ്പൻ്റെ കൂടെ കൂടുതൽ താമസിച്ചതാരാ? ജോസഫ് 17 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. 17ാമത്തെ വയസ്സ് വീട് വിട്ടു പോയതാ. ബാക്കിയുള്ളത് രൂപൻ, യഹൂദ, ബാക്കിയുള്ളവരെല്ലാവരും അവിടെ താമസിച്ചു. അവർക്കാർക്ക് ഈ ദർശനം കിട്ടിയില്ല. അവരാരും പറഞ്ഞില്ല പോകുമ്പോൾ എൻ്റെ അസ്ഥികളൂടെ കൊണ്ടുപോകണമേ എന്ന്. എന്തുകൊണ്ട് അവന് മാത്രം ആ ദർശനം കിട്ടി? അവൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തും അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദൈവത്തിൽ നിന്ന് ദർശനം വേണമെങ്കിൽ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നാലൊക്കത്തില്ല. ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ആവശ്യമില്ലാത്ത പ്രോഗ്രാമല്ല, ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരുന്നാൽ പോരാ. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ, നീ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കണം.
ജോസഫ് വലിയ അധികാരമുള്ള മനുഷ്യനും ഒത്തിരി ജോലി തിരക്കുള്ള മനുഷ്യനായിരുന്നിട്ടും അവൻ ദൈവമായിട്ട് സമയം ചെലവഴിച്ചു. നിങ്ങൾ ദൈവമായി, അതിനാണ് ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്നേ. അങ്ങനെ ഞാൻ 5 മണിക്ക് എനിക്ക് ഇഷ്ടമല്ല 5 മണിക്ക് എഴുന്നേക്കുന്നത്. എനിക്ക് 6:30 എഴുന്നേക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ എഴുന്നേക്കുന്നതിന് ദൈവമായിട്ട് സമയം ചെലവഴിക്കുവാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ. ഞാൻ ദൈവത്തിൻ്റെയൊക്കെ ചോദിച്ചു, അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചു കാണത്തില്ല. യഹൂദ പ്രാർത്ഥിച്ചു കാണത്തില്ല. യഹൂദയുടെ പേര് തന്നെ പേരിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. അവൻ ദൈവത്തെ സ്തുതിച്ചു കാണത്തില്ല, ഹല്ലേലൂയ പറഞ്ഞു കാണത്തില്ല. എന്തുകൊണ്ട് ഇത് യോസഫിന് മാത്രം മനസ്സിലായി? വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത ഒരു പരമാർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി. ഇനി പറയുന്നത് കേട്ടെ, അവൻ്റെ ഹൃദയത്തിനകത്ത് കയ്പില്ലായിരുന്നു. അവൻ്റെ സഹോദരന്മാർ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇനിയും പറയുന്നത് കേട്ടാട്ടെ, അവൻ്റെ സഹോദരന്മാർ പലപ്പോഴും പറഞ്ഞു, കൊച്ചാ നീ ഞങ്ങൾ കാണിച്ച മണ്ടത്തരൻ ക്ഷമിക്കണമേ. അവൻ പറഞ്ഞില്ല എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞില്ല. അവൻ്റെ സഹോദരന്മാരുടെ വായിൽ നിന്ന് അവർ ചെയ്ത തെറ്റിനെ പറ്റി പറഞ്ഞിട്ടും യോസഫിൻ്റെ വായിൽ നിന്ന് ആരും കേട്ടില്ല. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ചത് കൊണ്ടായിരിക്കാം. ഞാൻ നിങ്ങളുടെ യോസഫ് പഠിപ്പിക്കുന്ന തത്വം ഇതാണ്: നിനക്കാരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുക. നാളെയല്ല ഇന്ന്. ആരെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? സഹോദരി, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈക്ക് വേറെ ഏതെങ്കിലും ഒരു പുരുഷൻ കൈക്ക് പിടിച്ചതായിരിക്കാം. ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മകളെ ആരെങ്കിലും ചീത്തയാക്കിയതായിരിക്കാം. ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സമ്പാദിച്ച രൂപ നിങ്ങളുടെ ജ്യേഷ്ഠൻ, നിങ്ങളുടെ സഹോദരൻ, സഹോദരി അടിച്ചുകൊണ്ട് പോയതായിരിക്കാം. ഏതെങ്കിലും ഒരു പാസ്റ്റർ നിങ്ങൾക്ക് ദോഷം ചെയ്തതായിരിക്കാം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിച്ചിട്ടുണ്ടോ? ഒരനുഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരാളെനിക്ക് ദോഷം ചെയ്തു. എനിക്ക് ദോഷം ചെയ്ത്, എൻ്റെ ഭാര്യയ്ക്ക് ദോഷം ചെയ്ത്, എൻ്റെ മക്കൾക്ക് ദോഷം ചെയ്ത്, എൻ്റെ സംഘടനയ്ക്ക് ദോഷം ചെയ്തു. അത് നിങ്ങളുടെയൊക്കെ പറയാമെങ്കിൽ നിങ്ങൾ പറയും, ആളെ കാണരുത്, അയാൾക്ക് ഷേക്ക് ഹാൻഡ് പോലും കൊടുക്കരുതെന്ന് പറയും. ഒരു ദിവസം ഞാൻ സുവിശേഷം പ്രവർത്തിച്ച് കറങ്ങിത്തിരിഞ്ഞ് ക്ഷീണിച്ച് വരികയാണ്. ബോംബെയിൽ വന്നു. ബോംബെയിലല്ല, വേറൊരു പട്ടണത്തിലാണ്, പറയത്തില്ല വീടാന്ന്. ഞാൻ അവിടെ വന്നു. അവിടെ വന്ന് എൻ്റെ കൂടെ വേറൊരാളുണ്ട്. ഞാൻ വേറെ ആരെയും കൊണ്ടുപോകത്തില്ല, പക്ഷേ അദ്ദേഹം വേറൊരു ശുശ്രൂഷയ്ക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞു, ബാബു ബ്രദർ പൊയ്ക്കോ, ഞാൻ പോയിക്കോളാം. ഇല്ല അങ്കിൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഓക്കെ ടിക്കറ്റ് എൻ്റെ ട്രെയിനിനകത്താണ്, സ്ലീപ്പറിൻ്റെ കോച്ച് നമ്പറുണ്ട്, ബർത്ത് നമ്പറുണ്ട്, ബ്രദർ പോയിക്കോ. ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാനിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ചോറുണ്ടു. വൈകുന്നേരം 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. ഞാനതുകൊണ്ട് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു. ഞാൻ എൻ്റെ സൂട്ട് കേസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലോട്ട് പൂട്ടിയിട്ടു. എന്നിട്ട് ആ ബെഞ്ചിലോട്ട് ഞാൻ തലവെച്ച് കിടന്നു. ബെഞ്ച് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഉറങ്ങി. 3 മണിക്കൂറുണ്ട്. 2 മണിക്കാണ് കിടന്നത്, 5 മണിക്കാണ്. ഞാൻ കൂടിപ്പോയാലും ഉറങ്ങിയാൽ ഒരാൾ ഉച്ചയ്ക്ക് എത്ര മണിക്കൂർ ഉറങ്ങി? ഞാൻ കൂടിപ്പോയി ഉറങ്ങിയാൽ 45 മിനിറ്റ് ഉറങ്ങത്തുള്ളൂ. 15 മിനിറ്റ്, അരമണിക്കൂർ, 3/4 മണിക്കൂറിനകത്ത് ഉണരും. അന്ന് ഞാൻ ഉണർന്നപ്പം വാച്ച് നോക്കിയപ്പം മണി 5:10. എൻ്റെ ട്രെയിൻ 5 മണിക്കാണ്. ഞാൻ എളുപ്പം പെട്ടി തുറന്നു, മേളത്തെ നിലയെന്ന് താഴോട്ട് ഓടി വന്നു. ഓട്ടോ വന്ന് ഒരു പോർട്ടറെ കണ്ടു. ഞാൻ ചോദിച്ചു, ഡൽഹിക്ക് പോകുന്ന ഇന്ന ട്രെയിൻ എവിടെയാ, ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്? അയാൾ പറഞ്ഞു, തോണ്ട ആ പോകുന്നില്ലയോ, ആ പോയതാ നിൻ്റെ ട്രെയിൻ. എൻ്റെ ട്രെയിൻ അങ്ങ് പോയി. ഇനി ഡൽഹിക്ക് ഒരു ടിക്കറ്റ് കിട്ടണമെങ്കിൽ 2-3 ആഴ്ച എടുക്കും. ഞാൻ അവിടെ ഒരു സിമൻറ്റ് ബെഞ്ചിലിരുന്നു. ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ 3 മണിക്കൂർ എന്താ ഉറങ്ങിയത്? ദൈവം പറഞ്ഞു, ഞാനാ നിന്നെ ഉറക്കിയത്. എന്താ കാര്യം? നീ ഇവിടെ വന്നപ്പോൾ ഞാൻ നിൻ്റെയൊക്കെ പറഞ്ഞില്ലേ നിനക്ക് ദോഷം ചെയ്തൊരു മനുഷ്യനോടുണ്ട് പറഞ്ഞു. ഞാൻ നിൻ്റെയൊക്കെ പറഞ്ഞില്ലേ നീ അവിടെ പോയിട്ട് അയാളുടെ കൂടെ ഇരുന്ന് ചോറുണ്ണണം പറഞ്ഞു. ഞാൻ നിൻ്റെയൊക്കെ പറഞ്ഞില്ലേ അയക്ക് കുറച്ച് രൂപ കൊടുക്കണം, അയക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം നീ എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞതാ, എൻ്റെ നിഴലയുടെ വീടിൻ്റെ പടിയേൽ വീഴത്തില്ലെന്ന്. പറയാൻ കാര്യമുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയും ശരിയാണ്, അവിടെ വീട്ടിൽ പോകരുത്, അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കരുത്, അതുപോലെ ദോഷം ചെയ്തു. ദൈവം എൻ്റെയൊക്കെ പറഞ്ഞു, ഇനി 3 ആഴ്ച കിട്ടും ഒരു ടിക്കറ്റ് കിട്ടാൻ. ഇഷ്ടംപോലെ സമയമുണ്ട്. പോയി ഒരു നേരത്തെ ആഹാരവും കഴിച്ച് കുറച്ച് രൂപയും കൊടുത്തിട്ട് പോരാൻ. ഞാനവിടെ നിന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് എന്നെ കൊണ്ട് പോകാനൊക്കത്തില്ല. ഞാനൊരു ഹിപ്പോക്രൈറ്റ് എന്തോ മലയാളം, ഹിപ്പോക്രൈറ്റ്, ഒരു ചതിയനല്ല, അല്ല, കപടഭക്തിക്കാരനല്ല. ഞാനൊരു കപടഭക്തിക്കാരനല്ല. ഇന്ന് എന്നെ കൊണ്ട് പോകാനൊക്കത്തില്ല. നീ എന്നെ തിരിച്ചു പോകാനായിട്ട് സഹായിച്ചാട്ട് ഞാൻ തിരികെ വരാം. ഈ മാസത്തിനകത്ത് തിരികെ വരാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാം. അദ്ദേഹത്തിന് കുറച്ച് റസ്കോ ഫ്രൂട്ടോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചോറുണ്ണാം. അദ്ദേഹത്തിന് ഞാൻ രൂപ കൊടുക്കാം.
എന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. പക്ഷേ ഇന്ന് എന്നെ കൊണ്ടൊക്കത്തില്ല. ഹെൽപ്പ് മീ ടു ഗോ ബാക്ക്. ഞാൻ അവിടെ നേറ്റു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന കൗണ്ടറിൽ ചെന്നു. ടിക്കറ്റ് അയ്യോ പറഞ്ഞു ഇപ്പോഴാണല്ലോ ട്രെയിൻ പോയത്. ഞാൻ പറഞ്ഞു എന്തോ ചെയ്യാനകത്ത് ഉറങ്ങിപ്പോയി. അയാൾ അന്ന് ടിക്കറ്റ് കൊടുത്തും വെച്ച് അവിടുന്ന് തന്നെ വാങ്ങിക്കാം. ഇപ്പോഴെല്ലാം മാറി. അവിടെ തന്നെ ക്യാൻസൽ ചെയ്തു. അവിടുന്ന് വേറൊരു ടിക്കറ്റ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു നോക്കി ഇവിടെ എൻക്വയറി അല്ലെന്ന് എനിക്കറിയാം, വേറെ ആരുമില്ല അവിടെ. ഞാൻ പറഞ്ഞു എൻക്വയറി അല്ലെന്ന് എനിക്കറിയാം. ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ ഇപ്പോഴെങ്ങാനും ഡൽഹിക്ക് ട്രെയിനുണ്ടോ? അനൗൺസ്മെൻറ്റ് കേട്ടില്ലയോ? അവിടെ ഒരു ട്രെയിൻ 3 മണിക്കൂർ താമസിച്ച് വരുന്നെന്ന്. എളുപ്പം ചെല്ലും, ഇന്ന പ്ലാറ്റ്ഫോമിനകത്താണ്. ഞാൻ പറഞ്ഞു ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഒരു ബർത്ത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അവിടെ അല്ലെന്ന് എനിക്കറിയാം, എൻക്വയറി അല്ല, റിസർവേഷനും അല്ലെന്ന് എനിക്കറിയാം. അയാളൊക്കെ പറഞ്ഞു നോക്കിയാൽ നിൻ്റെ പുറകിൽ ഒരാൾ കറുത്ത കോട്ടിട്ട് നിൽക്കുന്നില്ലയോ, അയാൾ ആ ട്രെയിനിൻ്റെ TTR. അങ്ങോട്ട് ചെന്ന് ചോദ്യം. ഞാൻ അങ്ങോട്ട് ചെന്ന് വെളുക്കെ ചിരിച്ചു. നമുക്ക് കാര്യം സാധിക്കണമെങ്കിൽ നല്ലപോലെ ചിരിക്കണമല്ലോ. സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ട്രെയിൻ അങ്ങ് പോയി, 10 മിനിറ്റിനകത്ത് താമസിച്ച് പോയത്. ഒരു ട്രെയിൻ കിട്ടാൻ ഒരു ബർത്ത് കിട്ടാൻ വല്ലതും ആവശ്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഈ ടിക്കറ്റുണ്ട്. അയാൾ എൻ്റെ ഞാൻ കൊടുക്കാതെ അയാൾ എൻ്റെ ടിക്കറ്റ് ഇങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് അയാളിങ്ങനെ കടലാസ് മറിച്ചു. ഇങ്ങനെ തിരിച്ചാണ് അവർ മറിക്കുന്നത്. മറിച്ച് നോക്കിക്കഴിഞ്ഞ് ഒരു ബർത്ത് കോച്ച് നമ്പരും എഴുതി, ഒരു ബർത്ത് നമ്പരും എൻ്റെ പറഞ്ഞു പോയി ഒരു നാട്ട്. ഞാൻ ചോദിച്ചു എത്ര രൂപയാ? കൈക്കൂലി കൊടുക്കുന്നത് ശരിയാണോ എന്ന് എൻ്റെ ഒക്കെ ചോദിക്കരുത്. അന്ന് ഞാൻ 500 രൂപ കൊടുക്കാൻ തയ്യാറായ പോയത്. ഞാനൊരു കഠിനാധ്വാനിയാണ്. ഞാൻ ഒറീസയിലും മഹാരാഷ്ട്രയിലും എല്ലാം നടന്ന് ക്ഷീണിച്ചവിടെ വന്നു. എനിക്ക് അല്ലെങ്കിൽ ഞാൻ വല്ല ടോയ്ലറ്റിൻ്റെ അടുക്ക കിടന്ന് പോകേണ്ടി വരും. ദൈവമേ 500 രൂപ കൊടുക്കാൻ തയ്യാറാവേ. ഞാൻ പറഞ്ഞു സാറേ എത്ര രൂപയാ? അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഫ്രീ ആണ്. ഞാൻ അവിടെ ഇരുന്നു. വേറൊരു ബെഞ്ചല്ല, ആ ബെഞ്ചലല്ല, നേരെ എത്തിയ ബെഞ്ചലല്ല, ഒരു സിമെൻറ്റ് ബെഞ്ചലിരുന്നു. കരഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവമേ ഇതൊരു അത്ഭുതമാണ്. പറഞ്ഞു ഞാനാണ് നിന്നെ ഉറക്കിയത് 3 മണിക്കൂർ ഈ പാഠം പഠിപ്പിക്കാനായിട്ട്. എന്നെ അനുസരിക്കുന്നവൻ പോഷനല്ല, എന്നെ അനുസരിക്കുന്നവൻ പോഷനല്ല. നിനക്ക് മനസ്സുണ്ടായല്ലോ ഞാൻ പറഞ്ഞത് അനുസരിക്കുവാൻ, ക്ഷമിക്കുവാൻ. അയാൾ അത്രയ്ക്ക് ഭയങ്കര ദോഷമാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ക്ഷമിക്കുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അയാൾ പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ വേറെ ആരും ഇല്ലാതിരുന്നത്. പുറകിൽ ആളുകളുണ്ടെങ്കിൽ അയാൾ വർത്താനം പറയുമോ? പോയി കൗണ്ടറിൽ ചോദിക്കാൻ പറയത്തില്ലയോ? അതുകൊണ്ടല്ല ചോദ്യത്തിന് ഉത്തരം തന്നല്ല TTRനെ എൻ്റെ പുറകിൽ കൊണ്ട് നിർത്തിയത്. പറഞ്ഞു ഞാനായിരുന്നു. നിനക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? എൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറുള്ള എൻ്റെ ദാസന് വേണ്ടി. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.